இன்றைக்கு நம்முடைய தியானத்துக்காக 50ஆம் சங்கீதம் 5ஆம் வசனத்தை வாசிப்போமா. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 50ആം സങ്കീർത്തനം 5ആം വാക്യം വായിക്കാം. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. பலியினாலே என்னோட உடன்படிக்கை பண்ணின என்னுடைய பரிசுத்தவான்களை என்னிடத்தில் கூட்டுங்கள் என்பார். கர்த்தருடைய ரகசிய வருகையில் யார் എടുത്തുകൊള്ളപ്പെടുവാர்கள்? കർത്താവിന്റെ രഹസ്യ വരവിൽ ആരാകുന്നു എടുത്തുകൊള്ളപ്പെടുക? അവരുடைய രഹസ്യ വരുകയിൽ എടുത്തുകൊള്ളപ്പെട வேண்டும் என்று നാം യാവരും വാഞ്ചിக்கிறோം. കർത്താവിന്റെ രഹസ്യ വരവിൽ എടുത്തുകൊള്ളപ്പെടണമെന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. இந்த வசனத்தின்படி என்னிடத்தில் ബലിയിനാൽ എന്നിടത്തിൽ ഉടമ്പടിക്കை ചെയ്ത എൻ പരിശുദ്ധവാൻകളെ കൂട്ടുങ്ങൾ. ഇവിടെ നാം നോക്കിയാൽ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൊട്ടുവിനെന്ന് ഈ വാക്യത്തിൽ കാണാം. എടുത്തുകൊള്ളപ്പെടുവതിന് തകുതി എൻ പരിശുദ്ധവാൻകൾ. എടുത്തുകൊള്ളപ്പെടുന്നതിന്റെ യോഗ്യത എന്നത് എന്റെ വിശുദ്ധന്മാർ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പരിശുദ്ധവാൻകൾ என்பதற்கும் എൻ പരിശുദ്ധവാൻകൾ என்பதற்கும் വ്യത്യാസമുണ്ട്. വിശുദ്ധന്മാരെന്നതിനും എന്റെ വിശുദ്ധന്മാർ എന്ന പദപ്രയോഗത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്. പരിശുദ്ധാവിൻ അഭിഷേകം പെറ്റ യാവരും പരിശുദ്ധവാൻകൾ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരെല്ലാവരും വിശുദ്ധന്മാരാണ്. ஆனால் நமது மத்திய ஒரு பாஸ்டர் இருந்தார், இப்போது மகிமைக்குள் பிரவேசித்தார். அவர் அடிக்கடி சொல்லுவார், പരിശുദ്ധവാൻകൾ ഒരുവരും കർത്തരുടെ വരിയിൽ എടുത്തുകൊള്ളപ്പെട മാട്ടാർ. നമ്മുടെ ഇടയിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. താൻ ഇപ്പോൾ മഹത്വത്തിൽ പ്രവേശിച്ചു. താൻ കൂടെ പറയാറുണ്ട്, വിശുദ്ധന്മാരാരും കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുകയില്ല. അത് ഉണ്മ, അതൊരു സത്യം. പരിശുദ്ധവാൻകൾ ഒരുവരും എടുത്തുകൊള്ളപ്പെട മാട്ടാர்கள். വിശുദ്ധന്മാരാരും എടുത്തുകൊള്ളപ്പെടുകയില്ല. ஆனால் ஆண்டவர் சொல்லுகிறார், என் பரிசுத்தவான். എന്നാൽ കർത്താവ് പറയുന്നത് എന്റെ വിശുദ്ധന്മാർ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പരിശുദ്ധാവിൻ അഭിഷേകം പെറ്റ യാവരും ദേവനുடைய பார்வையில் பரிசுத்தவான்களானாலும் கூட அவர்கள் இன்னும் வளர வேண்டியது அவசியம். പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരെല്ലാവരും ദൈവദൃഷ്ടിയിൽ വിശുദ്ധന്മാരാണെങ്കിൽ തന്നെയും അവർ ഇനിയും വളരേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ എഫേസ്യർ 4-ാം അധികാരം 13-ാം വചനത്തെ വാസിക്കും പൊഴുത് പരിശുദ്ധവാൻകൾ സീർ പൊരുന്തും പൊരുട്ട് എന്ന് വാസിക്കുന്നു. എഫേസ്യ ലേഖനം 4:13 വിശുദ്ധന്മാർ യഥാസ്ഥാനപ്പെടേണ്ടതിന് എന്നവിടെ വായിക്കുന്നു. ഇതേക്കുറിച്ച് പരിശുദ്ധ പേതുരു ചൊല്ലുമ്പോൾ 2 പേതുരു 3-ാം അധികാരം 18-ാം വചനത്തിൻപടി ഇതിനെക്കുറിച്ച് വിശുദ്ധ പത്രോസ് പറയുമ്പോൾ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ കൃപയിലും അവരെ അറിയുന്ന അറിവിലും വളരുങ്ങൾ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവന്റെ പരിജ്ഞാനത്തിലും വളരും. പരിശുദ്ധാവിൻ അഭിഷേകപ്പെട്ട ദേവജനം വളര വേണ്ടിയത് ആവശ്യം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവജനം അവർ വളരേണ്ടിയിരിക്കുന്നു. അവർ വളരാതെ പഠിക്ക് പിശാസാനവൻ തട ചെയ്യുവാൻ, അവർ വളരാതെ വണ്ണം പിശാച് അവരെ തടയുവാൻ ശ്രമിക്കും. ദേവനുക്ക് മഹിമയുണ്ട്, ദൈവത്തിന് മഹത്വം. യോവേൽ 1-ാം അധികാരം 4-ാം വചനത്തെ പാർക്കുമ്പോൾ യോവേൽ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ 4 വിധ പൂച്ചികൾ തട ചെയ്യുന്നതാക അങ്ങേ പാർക്കിൻറ്റോ. അവിടെ 4 വിധമായ പ്രാണികൾ തടസ്സം സൃഷ്ടിക്കുന്നതായി കാണാം. വെട്ടുക്കിളി, പച്ചക്കിളി, മുസുകൊട്ട പൂച്ചി, പച്ചപ്പുഴു എന്ന് നാം വാസിക്കും. തുള്ളൻ, വെട്ടുക്കിളി, വിട്ടിൽ, പച്ചപ്പുഴു എന്നിങ്ങനെ ജീവികളെ കാണാം. ഇതെല്ലാം നമ്മുടെ ആവിക്കുറിയ ജീവിതത്തിക്ക് വിരോധமாக ക്രിയ ചെയ്യുന്ന പിശാസിൻ ആവികൾ. ഇവയെല്ലാം നമ്മുടെ ആത്മീക ജീവിതത്തിനെതിരായി പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളത്രേ. അങ്ങേ ഒരു പച്ചപ്പുഴുവെ നാം പാർക്കിൻറ്റോ. അവിടെ നമുക്കൊരു പച്ചപ്പുഴുവിനെ കാണാം. പരിശുദ്ധാവിൽ അഭിഷേകം പെറ്റ ദേവജനങ്ങൾ ദേവനുடைய ചിത്തത്തിൻപടി വളരാമൽ ഇരിക്കുംപടി പച്ചപ്പുഴുവാനത് ക്രിയ ചെയ്യുന്നത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതായ ദൈവജനം അവർ ദൈവ ഇഷ്ടപ്രകാരം വളരാതെ വണ്ണം ഈ പച്ചപ്പുഴു പ്രവർത്തിക്കുന്നു. പച്ചപ്പുഴു എൻപത് മനതിൽ ക്രിയ ചെയ്യുന്ന ചില ആവികൾ. പച്ചപ്പുഴു എന്നത് മനസ്സിൽ പ്രവർത്തിക്കുന്ന ചില ദുരാത്മാക്കൾ. ശരീരത്തിൽ പൊല്ലാത്ത വല്ലമകൾ ക്രിയ ചെയ്യുന്നത് പോലെ ഉன்னுடைய മനതിലും ചില ആവികൾ ക്രിയ ചെയ്യും എന്ന് നന്നാக നീ വിളങ്ങിക്കൊള്ള വേണ്ടത്. ശരീരത്തിൽ ചില ദുഷ്ടശക്തികൾ ദുരാത്മാക്കൾ പ്രവർത്തിക്കുന്നത് പോലെ നിന്റെ മനസ്സിലും ചില ദുരാത്മാക്കൾ പ്രവർത്തിക്കുമെന്നുള്ളത് നീ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. പച്ചപ്പുഴുവെ കുറിച്ച് പരിശുദ്ധ പൗൽ ചൊല്ലുമ്പോൾ, ഈ പച്ചപ്പുഴുവിനെ പരാമർശിച്ച വിശുദ്ധ പൗലോസ് പറയുമ്പോൾ 2 കൊരിന്ത്യർ 10-ാം അധികാരം 5-ാം വചനത്തിൻപടി 2 കൊരിന്ത്യർ 10-ാം അധ്യായം 5-ാം വാക്യപ്രകാരം ദേവനെ അറിയുന്നതാൻ അറിവുക്ക് വിരോധமாக எழும்புகிற എല്ലാ മേട്ടുമകളെയും നിർമൂലമാക്കി
ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഞങ്ങൾ തകർത്ത് കളഞ്ഞ് உன்னுடைய மனதில் എണ്ണങ്ങളിൽ ക്രിയ ചെയ്യുന്ന മേട്ടിമയെ നിർമ്മലമാക്ക വേണ്ടിയത് അഭിഷേകം. നിന്റെ മനസ്സിൽ വിചാരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഉയർച്ച ഉന്നത ഭാവത്തെ നീ തകർക്കണം. പച്ചപ്പുഴു ഉനക്കുള്ള ക്രിയ ചെയ്യുന്നത്, ആ പച്ചപ്പുഴു നിന്നിൽ പ്രവർത്തിക്കുന്നു. നീ ദൈവസിത്തം ചെയ്യാമൽ ഇരിക്കുമ്പടിയാക, നീ ദൈവ ഇഷ്ടം ചെയ്യാതിരിക്കേണ്ട, ദേവനെ കണ്ട് പാടുപെട്ട് ജീവിക്കാമൽ ഇരിക്കുമ്പടിയാക, ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കാതിരിക്കേണ്ട, ദേവരുടെ ആലയത്തെ അടയ്ത്ത് പൂട്ടുമ്പടിയാക, ദൈവത്തിന്റെ ആലയം അടച്ചു പൂട്ടേണ്ടത്, ദേവരുടെ ആലയത്തിൽ ഊഴിയം ഇരാമൽ ഇരിക്കുമ്പടിയാക, ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷകളെല്ലാം തടസ്സം ചെയ്യേണ്ടതില്ല. ഈ പച്ചപ്പുഴു ക്രിയ ചെയ്യുന്നത്, ഈ പച്ചപ്പുഴു പ്രവർത്തിക്കുന്നു. അത് ഇലയുടെ അടിയിൽ വന്ന് ഉക്കാറുമെന്ന് നമുക്ക് യാവർക്കും തെരിയും. അത് ഇലയുടെ അടിഭാഗത്ത് വന്നിരിക്കുമെന്ന് നമുക്കറിയാം. ദേവനക്ക് മഹിമ, ദൈവത്തിന് ആ മഹത്വം. അത് ഒരുവർക്കും தெரியாது, അതാരും കാണുന്നില്ല, ആർക്കും தெரியாமல், ആർക്കും കാണുവാൻ കഴിയാതെ ഉൾപകുതി ആ ഇലയുടെ അകത്തെ ഭാഗത്ത് അത് പ്രവർത്തിക്കുന്നു. ஆனால் കൈതട്ടിനാലോ ആ ചെടിയെ പിടുങ്ങി അസൈത്താലോ പുഴുവാനത് പോകാതെ, ഒന്ന് കൈകൊണ്ട് തട്ടിയാലോ ആ ചെടി ഒന്ന് കുലുക്കി നോക്കിയാലോ ആ പുഴു അവിടെ നിന്ന് പോവുകയില്ല. വയലിൽ ആടോ മാടോ വന്നാൽ, വയലിൽ ആടോ പശുവോ വന്നാൽ കൈ തട്ടിനാൽ പോതും ആടുമാടുകൾ ഓടിവിടും. കൈ ഒന്ന് അടിച്ചാൽ മതി, അവ ഓടിപ്പോകും. ഒരു സത്തം പോട്ടാൽ പോതും മാട് പോയിവിടും. ഒരു ഒച്ചയുണ്ടാക്കിയാൽ പശു ഓടിപ്പോകും. ஆனால் പച്ചപ്പുഴു പോകാതെ, എന്നാൽ ഈ പച്ചപ്പുഴു പോവുകയില്ല. ദേവനക്ക് മഹിമ, ദൈവത്തിന് ആ മഹത്വം. നീ എവ്വളവും அந்த ചെടിയെ അസൈത്താലും, നീ എത്ര തന്നെ ആ ചെടിയെ കുലുക്കിയാലും, യേശുവേ എന്നെ പരിശുദ്ധപ്പെടുത്തും എന്ന് നീ എവ്വളവും ജപിത്താൽ, യേശുവേ എന്നെ വിശദീകരിക്കണമേ എന്ന എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ആ പച്ചപ്പുഴു ഉன்னுடைய മനതിൽ ക്രിയ ചെയ്യും എന്ന് വിളങ്ങിക്കൊള്ള വേണ്ടത്. ആ പച്ചപ്പുഴു നിന്റെ മനസ്സിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ളത് നീ മനസ്സിലാക്കണം. அந்த പച്ചപ്പുഴു ഉൻ മനതിൽ ക്രിയ ചെയ്യുന്നപടിയാൽ, ആ പച്ചപ്പുഴു നിന്റെ മനസ്സിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഉன்னுடைய வாழ்க்கையில் പലവിധமான പ്രശ്നങ്ങൾ ഉണ്ട് பண்ணுகிறது. നിന്റെ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നു. അതിൽ ഒന്ന് കടൻ തൊല്ല, അതിൽ ഒന്ന് കടബാധ്യത. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. കടൻ என்பது പിശാചിനുടെ ഒരു ആയുധം എന്ന് വിളങ്ങിക്കൊള്ള വേണ്ട. കടക്കെണി എന്നത് പിശാചിന്റെ ഒരു ആയുധമാണെന്നുള്ളത് മനസ്സിലാക്കി. ദേവജനങ്ങൾക്ക് കടൻ ഇറുക്കലാകാം, ദൈവജനത്തിനെ കടബാധ്യതയരുത്. പരിശുദ്ധ ജീവിതം എന്നതിനുടെ വിളക്കം എന്ന്, വിശുദ്ധ ജീവിതം എന്നൊക്കെ പറയുന്നുവല്ലോ, അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം എന്ത്? ഒന്നാമത് പാപമില്ലാത്ത ജീവിതം, ഒന്നാമത് പാപരഹിത ജീവിതം, രണ്ടാമത് വ്യാധിയില്ലാത്ത ജീവിതം, രണ്ടാമത് രോഗരഹിത ജീവിതം, മൂന്നാമത് കടനില്ലാത്ത, മൂന്നാമത് കടവിമുക്തമായ ഒരു ജീവിതം. ഉനക്ക് കടൻ ഇരുന്നാൽ നിശ്ചയமாக ദേവരുടെ വരുകയിൽ നീ എടുത്തുകൊള്ളപ്പെട മുടിയാതെ എന്ന് இந்த മാലവേളയിൽ ഒന്നും കൂടെ ഉന്നോട് ஞாபகത്തിൽ നിലവ് പൊട്ടുവായാക. നിനക്ക് കടബാധ്യതയുണ്ടെങ്കിൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയില്ല എന്നുള്ളത് ഒരിക്കൽ കൂടെ നീ ഓർത്തുകൊള്ളുക. ഇன்றைக்கு അനേകർക്കും കടനെ കുറിച്ചൊരു അക്കരയില്ല, എന്ന് അനേകർ കടത്തെ കുറിച്ച് വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല. വാങ്ങ വേണ്ടുമാനും വാങ്ങി കൂട്ടുകാരാണ്, എത്ര വേണമെങ്കിലും വാങ്ങിക്കൂട്ടുന്നു. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ദേവജനമേ പരിശുദ്ധാവിയാനവർ சொல்லுகிறார், ദൈവജനമേ പരിശുദ്ധാത്മാവ് പറയുന്നു, പച്ചപ്പുഴു ഉൻ മനതിൽ ക്രിയ ചെയ്യുന്നപടിയാൽ, പച്ചപ്പുഴു നിന്റെ മനസ്സിൽ പ്രവർത്തിക്കുന്നത് നീ കടനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നീ കടം വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു, കടനിൽ നിന്ന് വിടുതല ഇല്ലാமல் കാണപ്പെടുகிறார், നീ കടത്തിൽ നിന്നൊരു വിമോചനമില്ലാതിരിക്കുന്നു. അതിനെക്കുറിച്ച് ഉനക്കൊരു വേദന ഇല്ല, അതിനെക്കുറിച്ച് നിനക്കൊരു വേദനയുമില്ല, അതിനെക്കുറിച്ച് ഉനക്കൊരു വിസാരവും ഇല്ല, അതിനെക്കുറിച്ച് നീ വലിയ കരുതൽ കൊടുക്കുന്നില്ല, നീ அதற்காக പ്രയാസപ്പെടുകയുമില്ല, അതിനായി പരിശ്രമിക്കുന്നതുമില്ല. വേദവചനം சொல்லுகிறது, ദൈവവചനം പറയുന്നു, അൻപുകല്ലാമൽ ഒന്നുക്കും നാം കടനായിരിക്കലാകാം, സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. രണ്ടുവിധമായ കടനുണ്ട്, എത്ര വിധമായ രണ്ടു വിധമായ കടമുണ്ട്. ഒന്റെ എഴുത്തിൻപടി പണത്തിൻ കടൻ, ഒന്ന് അക്ഷരീകമായി ധനബാധ്യത, രണ്ടാമത് മനതിൽ ക്രിയ ചെയ്യുക ആവികളിൻ കടൻ, രണ്ടാമതായി മനസ്സിൽ പ്രവർത്തിക്കുന്ന ആത്മാക്കളുടെ കടം. റോമർ 8-ാം അധികാരം 12-13 വാസിക്കുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ, മാംസത്തിൻപടി പിഴയ്ക്കുന്നതൊക്കെ നാം മാംസത്തിക്ക് കടനാളികളല്ല, നാം ജഡത്തെ അനുസരിച്ച് നടക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നീ മാംസത്തിൻപടി പിഴയ്ത്താൽ സാവീർകൾ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. ஆனால் ആവിയിനാൽ ഉൻ ശരീരത്തിൻ ചെയ്കകളെ നീ അഴിക്ക വേണ്ടും, ആത്മാവിനാൽ നിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ നീ മരിപ്പിക്കണം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആകയാൽ இந்த പച്ച
പച്ചപ്പുഴുവ് இந்த மாய வேளையில் அழித்து போடுவோமாக. ആകയാൽ ഈ പച്ചപ്പുഴുവിനെ ഈ സായാഹ്ന വേളയിൽ നശിപ്പിക്കാം. മനതിലെ പരിശുദ്ധമില്ലാത്ത അംശങ്ങൾ, മനസ്സിൽ വിശുദ്ധിയില്ലാത്ത ഘടകങ്ങൾ, ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. മനത് എന്ന് ചൊല്ലുമ്പോൾ മനസ്സെന്ന് പറയുമ്പോൾ ഒരു പകുതിയുണ്ട്. മുതലാമത് ചിന്തന, അതിൽ ഒരു ഭാഗമാണ് ചിന്ത, രണ്ടാമത് ചിത്തം, രണ്ടാമത് ഇഷ്ടം, മൂന്നാമത് അറിഞ്ഞുകൊള്ളുക, മൂന്നാമത് അറിയുന്നത്, നാലാമത് പുരിഞ്ഞുകൊള്ളുക, നാലാമത് നമ്മുടെ മനസ്സിലാക്കുന്ന ഭാഗം, അഞ്ചാമത് എണ്ണങ്ങൾ, അഞ്ചാമത് വിചാരങ്ങൾ, ആറാമത് തോറ്റങ്ങൾ, ആറാമത് നിരൂപണം, ഏഴാമത് ജ്ഞാപകം, ഏഴാമത് ഓർമ്മ, എട്ടാമത് ധ്യാനം, എട്ടാമതായി ധ്യാനം, ഒൻപതാമത് തേടുതൽ, ഒൻപതാമത് അന്വേഷണം, പത്താമത് നിലവുകൾ, 19ാമതായി സ്മരണകൾ, മനത്. ഇതാണ് മനസ്സ്. இந்த மனதுக்குள்ள ഈ മനസ്സിനകത്ത് പിശാചാനവനും ക്രിയ ചെയ്യുகிறாൻ, പിശാചും പ്രവർത്തിക്കുന്നു. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അനേകർക്ക് തങ്ങൾ മനതേ കുറിച്ച് ഒരുവിധமான അക്കരയുമില്ല. ഇന്ന് അനേകർക്ക് തങ്ങളുടെ മനസ്സിനെ കുറിച്ച് വലിയ കരുതലൊന്നുമില്ല. മനതിൽ വരും, മനതിൽ പോകും. മനസ്സിൽ അതൊക്കെ വരും പോകും. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതൊക്കെല്ലാം മനത് ദേവൻ വൈത്തിരിക്கிறார். ഇങ്ങനെ വന്നു പോകാൻ എല്ലാ ദൈവ മനസ്സ് തന്നിരിക്കുന്നത് പരിശുദ്ധാവിയാനവരും പരിശുദ്ധാത്മാവും നമ്മുടെ ആവിയും നമ്മുടെ ആത്മാവും രണ്ടുപേരും ചേർന്ന് വേല ചെയ്യുന്ന ഇടമേ മനത്. രണ്ടുപേര് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് മനസ്സ്. ത്രിയേക ദേവൻ വാസം പണ്ണും ഇടമേ നമ്മുടെ ഹൃദയം. ത്രിയേക ദൈവം പാർക്കുന്ന സ്ഥലം നമ്മുടെ ഹൃദയം. അവരുടെ ആലയമേ നമ്മുടെ ശരീരം. അവന്റെ ആലയമാണ് നമ്മുടെ ശരീരം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പരിശുദ്ധാവിയാനവരുടെ ഓഫീസ് റൂം, നമ്മുടെ മനസ്സ് പരിശുദ്ധാത്മാവിന്റെ കാര്യാലയം. പരിശുദ്ധാവിയുടെ അറയിൽ, പരിശുദ്ധാത്മാവിന്റെ ആ മുറിക്കകത്ത്, അലുവലകത്ത്, അവന്റെ ഓഫീസിൽ നീ പിശാസ് ഇടം കൊടുപ്പായാണ്. ഈ പിശാചിനാണ് ഇടം കൊടുക്കുന്നത്. വിരോധமான ദ്രോഹം, അത് ദൈവത്തിനെതിരായൊരു പാതകം. അതായത് പരിശുദ്ധാവിയാനവരെ ദുഃഖപ്പെടുത്താതിരുന്നു. ആകയാലാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നും പരിശുദ്ധാവിയെ അവിത്ത് പോടാതിരുന്നു. പരിശുദ്ധാത്മാവിനെ കെടുത്തു കളയരുതെന്നും പരിശുദ്ധാവിക്ക് കീഴ്പ്പടിയുങ്ങൾ എന്നും പരിശുദ്ധാത്മാവിനെ അനുസരിക്കണമെന്നും പരിശുദ്ധാവിയാൽ നടത്തപ്പെട വേണ്ടുമെന്നും ആത്മാവിനാൽ നടത്തപ്പെടണമെന്നും പല വചനങ്ങൾ വേദത്തിൽ പല വചനങ്ങൾ ബൈബിളിൽ വായിക്കുന്നു. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ശരീരത്തിൽ നാം ഒരു പാപം ചെയ്താൽ, നാം ശരീരത്തിൽ ഒരു പാപം ചെയ്താൽ എന്നെന്ന ദണ്ഡനകളുണ്ട്, അതിന് എങ്ങനെയുള്ള ശിക്ഷകളുണ്ടോ അതേപോലെ ദണ്ഡനയുണ്ട് ഉൻ മനതിൽ ചെയ്യുന്ന പാപത്തിക്ക്. സമാനമായ ശിക്ഷ നിന്റെ മനസ്സിലെ പാപത്തിനുമുണ്ട്. ഉൻ മനതിൽ വരുന്ന പാപങ്ങൾക്കും ദണ്ഡനയുണ്ട്. നിന്റെ മനസ്സിലെ പാപത്തിനും ശിക്ഷയുണ്ട്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ദാവീദ് സാലോമോനെ പാർത്ത് ചൊല്ലുகிறாൻ. ദാവീദ് ശലോമോനോട് പറയുന്നു, മുതലാം നാലാകമം 29 വസനത്തെ പഠിക്കുമ്പോൾ, 1 ദിനവൃത്താന്തം 29:9 എൻ കുമാരനാകിയ സാലോമോൻ, എന്റെ മകനെ ശലോമോനെ, നീ ദേവനെ നഞ്ചാക അറിഞ്ഞിരിക്കണം. നീ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവല്ലോ. എല്ലാ ദേവകളെ പാർക്കലും അവർ പെരിയവൻ. നമ്മുടെ ദൈവം സകല ദേവന്മാരെക്കാൾ വലിയവൻ. ദേവനെ ഞാൻ ആരാധിച്ചു ആ വരികയാണ്. ദൈവത്തെ നാം ആരാധിക്കുന്നു. എന്നാലോ ദേവൻ എപ്പടിപ്പെട്ടവൻ? ആ ദൈവം എങ്ങനെയുള്ളവനാണ്? കഞ്ചാടയാക വിടുകിற ദേവൻ. അവൻ കണ്ടിട്ട് കാണാത്തതുപോലെ വിട്ടുകളയുന്നവനല്ല. വിഷയത്തൊക്കെ തന്നെ വളയ്ത്തുകൊള്ളുകിற ദേവനുമല്ല. പാപത്തിന് അവൻ തന്നെ വളച്ച വിട്ടുവീഴ്ച ചെയ്യുന്നവനല്ല. പാപത്തെ കാണക്കൂടാത്ത ശുദ്ധ കണ്ണ്. അവൻ ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മലാ ദൃഷ്ടിയുള്ളവൻ. പാപത്തെ വെറുക്കണം. അവൻ പാപിയെ സ്നേഹിക്കുമ്പോൾ തന്നെ പാപത്തെ വെറുക്കുന്നു. കടേസിയാക ദാവീദ് എന്നെ ചൊല്ലുகிறார். ഒടുവിൽ ദാവീദ് എന്താണ് പറയുന്നത്? നീ ഉന്നുടെ ഹൃദയത്തിൻ തോറ്റ நமது தேவன் ഹൃദയത്തിൻ നിലവുകളിൻ തോറ്റത്തെ ആരാய்ந்து பார்ക്കും. നമ്മുടെ ദൈവം ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളെ ശോധന ചെയ്തറിയുന്നു. ദേവജനമേ ഗവനിയുங்கள். ആകയാൽ ദൈവജനമേ ശ്രദ്ധിപ്പീൻ. നിങ്ങൾ ശരീരത്തിലെ ഒരു പരിശുദ്ധത്തെ മറ്റും പാർത്തുകൊണ്ടിരിക്കണം. ശരീരത്തിലെ വിശുദ്ധിയെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നേക്കാം. ഞാൻ കുടിപ്പതില്ല. അയ്യോ, ഞാൻ മദ്യപിക്കാറില്ല. ഞാൻ ഒരുവന്റെയും പൊരുൾ തിരുടുവതില്ല. ഞാൻ ആരെയും പിടിച്ചു പറിക്കുന്നില്ല. പിടിപ്പതില്ല. ഞാൻ പുകവലിക്കുന്നില്ല. ഞാനോ ഒരു പരിശുദ്ധവാൻ. ഞാനൊരു വിശുദ്ധനാണ്. അന്ത പാസ്റ്റർ சொன்னார். അതുകൊണ്ടാണ് ആ പാസ്റ്റർ പറഞ്ഞത്, പരിശുദ്ധവാൻ എടുത്തുകൊള്ളപ്പെട മാട്ടാர்கள். വിശുദ്ധന്മാരെടുത്തുകൊള്ളപ്പെടുകയില്ല. എന്നുடைய പരിശുദ്ധവാൻ, എന്നാൽ എന്റെ വിശുദ്ധന്മാർ എന്നുடைய ആവിക്ക് കീഴ്പ്പടിഞ്ഞ്, എന്റെ ആത്മാവിനനുസരിച്ച്, എന്റെ വചനത്തിക്ക് കീഴ്പ്പടിഞ്ഞ്, എന്റെ വചനത്തെ അനുസരിച്ച്, വചനത്തിക്ക് നടുങ്ങി, എന്റെ വചനത്തിന് മുമ്പേ വിറച്ച്, പരിശുദ്ധമാക്കപ്പെട്ട എന്റെ വചനത്താൽ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധവാൻകളെ കൂട്ടുങ്ങൾ. അങ്ങനെയുള്ള എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൊണ്ടുവീൻ. അവിധமான പരിശുദ്ധവാനാക നീ മാറുമ്പടിയാക സമാന വിശുദ്ധനായി നീയും മാറേണ്ടതിന് இந்த 2010 வருடத்தில் ഒരു കൺവെൻഷനെയും ദേവ
பண்ணுகிறார். 2010 ഒരു കൺവെൻഷൻ ദൈവം നിനക്കായി തന്നെ ഒരുക്കിയിരിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. சாலமோன் அல்ல தாவீது சாலமோனுக்கு என்ன சொன்னா? ദാവീദ് ശലോമോനോട് പറഞ്ഞതെന്ത്? நமது தேவன் யார் என்று தெரியுமா? നമ്മുടെ ദൈവം ആരാണെന്ന് നിനക്കറിയാമോ? இருதயத்தின் நினைவுகளின் തോറ്റത്തെ ആരാய்ந்து பார்க்கிறார். ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളെല്ലാം അവൻ പരിശോധിച്ചറിയുന്നു. നീ ചെയ്യുന്ന കാര്യത്തെ ആരാய்ந்து பார்க்கிற தேவன் அல்ல. നീ ചെയ്യുന്ന കാര്യം മാത്രം ആരാഞ്ഞറിയുന്ന ദൈവമല്ല. മനുഷ്യൻ മുഖത്തെ பார்க்கின்றார். മനുഷ്യൻ മുഖത്തെ നോക്കുന്നു. தேவன் இதயத்தை பார்க்கிறார். ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. இதயத்தை ஆராய்ந்து பார்க்கும் தேவன், உன் மனதை ஆராய்ந்து பார்க்கும் தேவன் இந்த மாலவேளையில் இதோ நமது മധ്യേ ഉലാവുകയാണ്. ഹൃദയത്തെ ആരാഞ്ഞറിയുന്ന, മനസ്സിനെ ആരാഞ്ഞറിയുന്ന ദൈവം ഈ സന്ധ്യാവേളയിൽ ഇതാ നമ്മുടെ മധ്യത്തിൽ അവൻ ഉലാവിക്കൊണ്ടിരിക്കുന്നു. ഉന്നോട് പേസുகிறார். അവൻ ഇതാ നിന്നോട് സംസാരിക്കുന്നു. ഹൃദയത്തെ കഠിനപ്പെടുത്താതെ, ഹൃദയത്തെ കഠിനമാക്കരുത്. മനതിലെ പരിശുദ്ധം തേവേ. മനസ്സിൽ വിശുദ്ധി വേണം. ചിന്തനയിൽ പരിശുദ്ധം തേവേ. ചിന്തയിൽ വിശുദ്ധി വേണം. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. ചിന്തനയിൽ വരുന്ന പുഴു എന്ന്, ചിന്തയിൽ വരുന്ന പുഴു ഏതാണ്? മാർക്ക് 7:21 മർക്കോസിന്റെ സുവിശേഷം 7:21 പ്രകാരം പൊല്ലാത്ത ചിന്തന, ദുശ്ചിന്ത. രണ്ടാമത് റോമർ 8:6 റോമാലേഖനം 8:6 പ്രകാരം മാംസിക ചിന്തന, ജഡത്തിന്റെ ചിന്ത. മൂന്നാമത് റോമർ 1:28 റോമാലേഖനം 1:28 പ്രകാരം കേടാന ചിന്തന, അത് വഷള ചിന്തകൾ. നാലാമത് മത്തേയു 16:22 മുടിയ മത്തായിയുടെ സുവിശേഷം 16:22 മുതൽ 24 വരെ മാനുഷിക ചിന്തന, മാനുഷിക ചിന്ത. അഞ്ചാമത് ഫിലിപ്പിയർ 3:19 ഫിലിപ്പിയാലേഖനം 3:19 പ്രകാരം ഉലക ചിന്തന, ലോകചിന്ത. അടുത്തത് യാക്കോബ് 1:2 മുടിയ യാക്കോബ് 1:2 മുതൽ 4 വരെ വായിച്ചാൽ തകാത ചിന്തന, ആകാത്ത ചിന്തകൾ. ദൈവത്തിന് മഹത്വം. നീതിമൊഴികൾ 24:9 സദൃശവാക്യം 24:9 പ്രകാരം വീണാന ചിന്തന, വ്യർത്ഥമായ ചിന്ത. ഇത് താൻ ഉന്നുடைய മനതിൽ ആ ചിന്തന എന്റെ പകുതിയിൽ കുടിയിരിക്കും പച്ചപ്പുഴു. ഇതാ നിന്റെ മനസ്സിലെ ചിന്തയിൽ കുടിപാർക്കുന്ന പച്ചപ്പുഴു. ഉന്നുடைய வாழ்க்கைയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ആ ടെൻഷൻ വരുമ്പോൾ, ആ സംഘർഷം വരുമ്പോൾ, തെരിയാമലേ നീ അറിയാതെ രണ്ട് കൈയിനാൽ കൊണ്ട് തലയിൽ ഇപ്പിട്ട് അടിക്கிறாயா? രണ്ട് കൈ കൊണ്ട് തലയ്ക്ക് അടിക്കുന്നില്ലേ? ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. തെരിയാമലേ രണ്ട് കൈയും പെട്ട് തലയിൽ അടിക്കുന്നു. നീ അറിയാതെ നിന്റെ തലയ്ക്ക് അടിക്കുന്നു. അർത്ഥം എന്താണ്? അയ്യോ പച്ചപ്പുഴു എൻ മനതുക്കുൾ ഇരിക്കുന്നത്. അയ്യോ പച്ചപ്പുഴു എന്റെ മനസ്സിലുണ്ട്. അന്ത പുഴു എന്നെ അരിക്കുന്നത്. ആ പുഴു അവിടെ അരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വളര മുടിയാമേ, ഞാൻ വളരുവാൻ കഴിയാതെ, നോക്കത്തെ നിറവേറ്റ മുടിയാമേ, ദൈവഹിതം നിറവേറ്റുവാൻ കഴിയാതെ, ദേവനുடைய പരിശുദ്ധവാനാകുമ്പടി ദേവൻ എന്നെ അழைത്താരേ. ദൈവത്തിന്റെ വിശുദ്ധനാകേണ്ടതിന് ദൈവം എന്നെ വിളിച്ചുവല്ലോ. ദേവ നോക്കം നിറവേറ മുടിയാതെപടി, ആ ദൈവ ഉദ്ദേശം നിറവേറാതിരിക്കേണ്ടതില്ല. ഈ പച്ചപ്പുഴു என்னுடைய மனதுக்குள்ளே அரித்து கொண்டிருக்கிறது. ഈ പച്ചപ്പുഴു എന്റെ മനസ്സിനെ അരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. இந்த പുഴുവെ വിട്ടുവിടാതെ, ഈ പുഴുവിനെ അങ്ങനെ വെറുതെ വിടരുത്. ആടല്ല മാടല്ല, ഇതൊരു ആടോ പശുവോ അല്ല. ആടോ മാടോ ആയിരുന്ന ഒരു സത്തം പോതും. ഒരാടോ പശുവായിരുന്നെങ്കിലും നിശ്ചയുണ്ടാക്കിയാൽ எனக்கு மன்னியும் சொல்லி நீ கொஞ்சம் அழுதால் போதுം. കർത്താവേ ക്ഷമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാകും. ഉടനെ ആടും മാടും പോയിവിടും. ഉടനെ ആടും പശുവും ഓടിപ്പോകും. കുടിപ്പഴക്കം പോകവില്ലയാ? നിന്റെ മദ്യപാനം പോയില്ലേ? നിന്റെ സിഗരറ്റ് വലി പോകവില്ലേ? പുകവലിശീലം പോയില്ലേ? നിന്റെ തിരുട്ട് സ്വഭാവം പോകവില്ലേ? മോഷണ സ്വഭാവം പോയില്ലേ? ഉன்னுடைய பொய் சொல்வது கொஞ்சம் போகவில்லை. കള്ളം പറയുന്നത് അല്പം അറിയിട്ടില്ലേ? இன்னும் கொஞ்சம் இருக்கிறது, അല്പം ഉണ്ട്, അതും പോകും. അതും പോയിക്കോളും. അതെല്ലാം ആട് മാട് പോലത്. അതെല്ലാം ആടുമാടുകൾ പോലെ. ദൈവവചനം சொல்லுகிறது. ദൈവവചനം പറയുന്നു പാപத்துக்கு ഏതുവാன മരണத்துக்கு ഏതുവാன പാപവുമുണ്ട്, മരണഹേതുവായ പാപവുമുണ്ട്. ஆனால் മരണத்துக்கு ഏതുവല്ലാത്ത പാപമുണ്ട്. മരണത്തിനല്ലാത്ത പാപങ്ങളുമുണ്ട്. ദൈവത്തിന് മഹത്വം. ആകയാൽ മനതെ നീ വിട്ടുവിടാതെ, ആകയാൽ മനസ്സിനെ അങ്ങനെ വെറുതെ വിടരുത്. ഒന്നാം നൂറ്റാണ്ടിൽ, അതായത് നോവാവിൻ കാലത്തിൽ, നോഹയുടെ കാലത്ത്, നോഹയുടെ കാലത്ത് അന്ത ഭൂമിയെ തണ്ണീരിനാൽ ദേവൻ അഴിത്താർ എന്ന് നമുക്ക് യാവർക്കും തെരിയും. ദൈവം ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിച്ചു എന്നത് നമുക്ക് ഏവർക്കും അറിയാം. കാരണം എന്താണ്?
അൻപുള്ള ദേവൻ, സ്നേഹവാനായ ദൈവം, മനുഷ്യനെ വിസാരിക്കും ദേവൻ, മനുഷ്യനെ സന്ദർശിക്കുന്ന ദൈവം, ഇറക്കമുള്ള ദേവൻ, കരുണയുള്ള ദൈവം, ഞാൻ ഉന്നെ കൈവിട മാട്ടേൻ ഉന്നെ വിട്ട് വിലകുവും മാട്ടേൻ എന്ന് വാഗ്ദത്തം ചെയ്ത ദേവൻ, ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന വാഗ്ദത്തം ചെയ്തവൻ, ഞാൻ ഉന്നെ ഏന്തുവേൻ താങ്കുവേൻ തപ്പിവിപ്പേൻ എന്ന് சொன்ன ദേവൻ, ഞാൻ നിന്നെ ചുമക്കും ശക്തീകരിക്കും വിടുവിക്കുമെന്ന് അരുളി ചെയ്തവൻ, അന്ധകാലത്തിൽ ലക്ഷക്കണക്ക് ജനങ്ങളെ അഴിക്ക കാരണം എന്ന്, ആ കാലയളവിൽ ലക്ഷോപലക്ഷം ജനത്തെ നശിപ്പിക്കുവാൻ കാരണമെന്താണ്? വെറും 8 പേർ രക്ഷിക്കപ്പെട്ടാர்கள். വെറും 8 പേർ മാത്രമേ രക്ഷ പ്രാപിച്ചുള്ളൂ. ദൈവത്തിന് മഹത്വം. മൈനോറിറ്റി രക്ഷിക്കപ്പെട്ടത്, വെറും ന്യൂനപക്ഷമേ രക്ഷിക്കപ്പെട്ടുള്ളൂ. മെജോറിറ്റി അഴിക്കപ്പെട്ടത്, ഭൂരിപക്ഷം നശിച്ചു. മെജോറിറ്റിയെ നരകത്തേക്ക് വിടുവാരാ എന്ന് നീ കേൾവിയെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷത്തെ നരകത്തിൽ തള്ളുമോ എന്നാ നീ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉലകത്തെ ദൈവം നരകത്തിൽ വിട്ടുവിടുവാരാ? ദൈവം ലോകത്തെ നരകത്തിൽ തള്ളുമോ? നോവാവിൻ കാലത്തെ നോക്കിപ്പാ, നോഹയുടെ കാലത്തെ നോക്കിയാട്ടെ. അവരെ അഴിക്ക കാരണമെന്ന്, ആ മനുഷ്യരെ നശിപ്പിക്കുവാൻ കാരണമെന്ത്? രണ്ട് കാരണം. 2 കാരണങ്ങൾ. ആദിയാഗമം 6-ാം അധികാരം 5-ാം വചനത്തെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ 2 പാപങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. അവിടെ 2 പാപങ്ങൾ എഴുതിയിരിക്കുന്നു. ഒന്ന്, ശരീരത്തിൻപടി അവർ ചെയ്ത പാപങ്ങൾ. ഒന്ന്, ശരീരത്തിൽ ചെയ്ത പാപങ്ങൾ. അതുதான் അക്രമം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അത് മനുഷ്യന്റെ ദുഷ്ടത എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. അക്രമം என்பது ശരീരത്തിൽ ஐம்புலங்கள் மூலமாக தேவனுக்கு விரோதமாக செய்கிற பாவமே അക്രമം. ദുഷ്ടത എന്ന് പറയുമ്പോൾ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച ദൈവത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾ. അത് മാത്രമല്ല രണ്ടാമത്തെ പാപം മനതിലെ പാപം, മനസ്സിൽ വരുന്ന പാപം. എന്നെ വാസിക്കണം. അവിടെ എന്താണ് വായിക്കുന്നത്? വായിച്ചാട്ടെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ, അവനുടെ ഹൃദയത്തിൻ നോക്കം, നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. ഹൃദയത്തിലെ നിലവുകളിൻ തോറ്റം നിത്യവും പൊല്ലാപ്പന്റെ ദേവൻ കണ്ടാർ. ഹൃദയവിചാരങ്ങളുടെ നിരൂപണം എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന ദൈവം കണ്ടു. മനതേ വിട്ടുവിടാതിരുക, മനസ്സിനെ വെറുതെ വിട്ടുകളയരുത്. ആ മനസ്സിനെ വിട്ടുകളയരുത്. ശരീരത്തെ മറ്റും നോക്കി പാരാതെ, ശരീരത്തെ മാത്രം നോക്കാതെ ദേവനുടെ പരിശുദ്ധവാനാകാൻ നീ മാറവേണ്ട. ദൈവത്തിന്റെ വിശുദ്ധനായി നീ മാറേണം. ഞാൻ അഭിഷേകം പെറ്റേൻ, ഞാൻ അഭിഷേകം പ്രാപിച്ചു. ഞാൻ അന്യഭാഷയിൽ പേസുക, ഞാൻ അന്യഭാഷ പറയുന്നു. ഞാൻ ദീർഘദർശനം ചൊല്ലുക, ഞാൻ പ്രവചിക്കുന്നു. ഞാൻ ദേവനുക്ക് എല്ലാ നന്മകൾ ചെയ്യുക, ഞാൻ ദൈവത്തിന് വേണ്ടി നന്മകൾ ചെയ്യുന്നു എന്ന് ചൊല്ലി ഉന്റെ ശരീരത്തിൻപടിയുള്ള കാര്യങ്ങൾ നന്മയെ കണ്ട് ഏമാന്ത് പോകാതെ പഠിക്ക് ദേവവസനത്തുക്ക് ഒപ്പുകൊടുത്ത് നീ മനം തിരുമ്പി മുന്നോട്ട് വര വേണ്ടത് ആവശ്യം. ശരീരത്തിലായ നന്മകളെ കണ്ട് ചതിക്കപ്പെടാതെ നീ മാനസാന്തരപ്പെട്ട് ദൈവത്തിനായി നിന്നെ സമർപ്പിച്ച് നീ മുൻപോട്ട് വരേണ്ടിയിരിക്കുന്നു. അവരുടെ അക്രമം വലിയതെന്നും മനുഷ്യരുടെ ദുഷ്ടത വലിയതെന്നും ശരീരത്തിൻപടി ശാരീരിക പ്രകാരം ദേവനുക്ക് വിരോധമായ എല്ലാ പാപങ്ങളും അവർ ചെയ്താர்கள். ദൈവത്തിനെതിരായ സകല പാപങ്ങളും അവർ ചെയ്തു കൂട്ടി. പെരിதாக ദേവൻ കണ്ട, അതിനെ ദൈവം വലുതെന്ന് കണ്ടു. അത് മറ്റുമല്ല, എന്നാൽ മാത്രമല്ല അവരുടെ ഹൃദയത്തിൻ നിലവുകളിൽ തോറ്റം നിത്യവും പൊല്ലാപ്പന്റെ ദേവൻ. അവരുടെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ദേവൻ இந்த மாலவேளையில் இதோ உன்னுடைய ഹൃദയത്തെ ഉன்னுடைய മനതെ ആരാய்ந்து കൊണ്ടിരിக்கிறார். ഇതാ നമ്മുടെ ദൈവം ഈ സന്ധ്യാവേളയിൽ നിന്റെ മനസ്സിനെ, ഹൃദയത്തെ അവൻ പരിശോധിക്കുന്നു. 139-ാം സംഗീതം 24-ാം വചനത്തെ പഠിക്കുമ്പോൾ 139-ാം സങ്കീർത്തനം 24-ാം വാക്യത്തിൽ ദാവീദിന്റെ ഒരു ജപത്തെ നാം പാർക്കിன்றோம். ദാവീദിന്റെ ഒരു പ്രാർത്ഥന അവിടെ കാണാം. ആണ്ടവരേ എന്നുடைய ഹൃദയത്തെ ആരാய்ந்து പാരും. കർത്താവേ എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നുடைய സിന്തനകളെ ആരാய்ந்து പാരും. എന്റെ നിലവുകളെ പരീക്ഷിച്ചറിയണമേ. വേദനയുണ്ടാക്കും വഴികൾ എന്നിടത്തിലുണ്ടോ എന്ന് പാർത്ത് നിത്യ വഴിയിൽ എന്നെ നടത്തും. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. അങ്ങ് മനത് ഹൃദയം ശരീരത്തെ അവൻ ശുദ്ധീകരിക്കണം. അവിടെ അവൻ മനസ്സിനെ, ഹൃദയത്തെ, ശരീരത്തെ വിശുദ്ധീകരിക്കുന്നു. ആരാய்ந்து പാർത്ത് എന്നെ പരീക്ഷിച്ചറിഞ്ഞ് എന്നുடைய സിന്തനകളെ ആരാய்ந்து പാർത്ത് നിലവുകളെ ശോധന ചെയ്ത് എന്നുடைய മനതെ ആരാய்ந்து പാർത്ത് എന്റെ മനസ്സിനെ പരിശോധിച്ച് ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. പഴയ ഏർപ്പാട്ട് കാലത്തിലെ ഒരു പരിശുദ്ധവാൻ, പഴയ നിയമകാലയളവിലെ ഒരു ഭക്തൻ,
പുതിയ വാനത്തുക്ക് പോകக்கூடிய ഒരു പരിശുദ്ധവാൻ, പുതിയ ആകാശത്തിലേക്ക് ചെല്ലുന്ന ഒരു വിശുദ്ധൻ, இந்த அளவுக்கு തന്നെ താഴ്ത്തി മനതെ ആരാய்ந்து பார்த்தது உண்மையான, അവൻ ഇത്രത്തോളം തന്നെ താഴ്ത്തി മനസ്സിനെ ആരാഞ്ഞത് സത്യമെങ്കിൽ தேவனுடைய மகிமையான புதிய எருசலேமுக்குள் பிரவேசிக்க போகிற புதிய ஏற்பாட்டு பரிசுத்தவான்கள் எந்த அளவுக்கு பரிசுத்தத்தில் காணப்பட வேண்டும். ദൈവത്തിന്റെ തേജസ്സേറിയ പുതിയ യെരൂശലേമിൽ ചെല്ലുവാൻ പോകുന്ന പുതിയ നിയമവിശുദ്ധന്മാർ എത്രത്തോളം മനസ്സിൽ വിശുദ്ധരായിരിക്കണം. നാം യേശുവെ പോലെ മാറ്റപ്പെട வேண்டும். നാം യേശുവിനോട് അനുരൂപരായി മാറണം. ഹൃദയത്തിൻ നിലവുകളിൻ തോറ്റത്തെ അവർ ആരാய்ந்து பார்க்கிறார். അവൻ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളെ ആരാഞ്ഞറിയുന്നു. പച്ചപ്പുഴുവെ അവൻ பார்க்கின்றார். ആ പച്ചപ്പുഴുവിനെ അവൻ കാണുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. இந்த 10 അംശങ്ങളെയും ഇതേപോലെ പിരിത്ത് നാം പഠിக்கலாம். ഈ മനസ്സിലെ 10 ഘടകങ്ങളെയും ഇങ്ങനെ നമുക്ക് വിവച്ഛേദിച്ചറിയാം. അടുത്ത പകുതി സിത്തം എന്ന് നാം பார்க்கிறோம். അടുത്തതായി ഇഷ്ടമെന്ന് കാണുന്നു. ദൈവത്തിന് മഹിമ. മനസ്സും മാംസി വിരുമ്പി കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവസിത്തമല്ല, അതുവേ സ്വയസിത്തം. മനസ്സും ജഡവികാരം മനോവികാരങ്ങളും ജഡവും ഇഷ്ടപ്പെടുന്നത് ചെയ്താൽ അത് സ്വന്തം ഇഷ്ടം, അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ചിലത് നിனைத்ததே செய்வார்கள். ചിലർ അവർ ഇച്ഛിച്ചതാ ചെയ്യുന്നു. അവരുടെ മനസ്സിൽ என்ன വരുகிறதோ അതേ അവൻ செய்வான். മനസ്സിൽ വരുന്നതൊക്കെ അതുപോലെ ചെയ്യും. ഒരു നടത്തിപ്പോ ദേവനിടത്തിൽ ആലോചന കേൾക്കുന്ന പഴക്കമില്ല. നടത്തിപ്പോ ദൈവാലോചനയെ ചോദിക്കുന്ന ശീലമില്ല. പ്രശ്നയും മേലും ബലവീനങ്ങൾ കടം തൊല്ല വരുമ്പോതുതാൻ അഴുത് പുലമ്പുവാൻ. ഒടുവിൽ പ്രശ്നങ്ങൾ, ബലഹീനതകൾ, കടബാധ്യതകൾ വരുമ്പോൾ കരഞ്ഞാൻ നിലവിളിക്കും. ഞാൻ നിനച്ചത് ചെയ്വേൻ എന്ന് നീ சொல்லுகிறாயே, അതുവേ പച്ചപ്പുഴു. ഞാൻ എന്ത് തീരുമാനിച്ചോ അത് ചെയ്തിരിക്കുമെന്ന് പറയുന്നുവല്ലോ, അതാണ് പച്ചപ്പുഴു. അതാണ് സ്വന്തം ഇഷ്ടം. ദൈവത്തിന് മഹത്വം. രണ്ടാമത് മനുഷ്യനെ പ്രിയപ്പെടുത്തി ചെയ്യുക സിത്തം. രണ്ടാമത് മനുഷ്യരെ പ്രസാദിപ്പിച്ച് ചെയ്യുന്നത്. മൂന്നാമത് പിശാചിന്റെ സിത്തം ചെയ്യുന്നത്. മൂന്നാമത് പിശാചിന്റെ ഇഷ്ടം ചെയ്യുക. നാലാമത് പുറജാതികളുടെ വഴികളിൻപടി പുറജാതികളെ പോലെ ജീവിപ്പത്. നാലാമത് ജാതികളുടെ ഇഷ്ടം ചെയ്ത് ആ വഴികളിൽ നടന്നത്. ഇതേക്കുറിച്ച് പരിശുദ്ധ പേതുരു ചൊല്ലുമ്പോൾ, വിശുദ്ധ പത്രോസ് ഇതിനെ കുറിച്ച് പറയുമ്പോൾ, 1 പേതുരു 4-ാം അധികാരം 3-ാം വചനത്തിൻപടി, 1 പത്രോസ് 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ, പുറജാതികളുടെ സിത്തത്തിൻപടി നീ നടന്നത് പോതു. ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയതാ മതി. അങ്ങ് 7 വിധമായ കാര്യങ്ങളെ കുറിച്ച് നാം വാസിக்கிறோம். അവിടെ 7 വിധമായ കാര്യങ്ങളെ കാണുന്നു. ഇതെല്ലാം മനസ്സിൽ വരുന്ന പുഴു. ഇതെല്ലാം മനസ്സിൽ വരുന്ന പുഴുക്കൾ. യെരമ്യ 10-ാം അധികാരം 2-ാം വചനത്തിൻപടി, യെരമ്യ പ്രവചനം 10:2, ജാതികളുടെ മാർഗത്തെ നീ കറ്റുകൊള്ള വേണ്ട. ജാതികളുടെ വഴി കണ്ട് പഠിക്കരുത്. അരുമയാണ് ദൈവജനമേ, ദൈവജനമേ, ജാതികളുടെ വഴിയെ നീ കറ്റുകൊള്ള വേണ്ട. നീ ജാതികളുടെ വഴി പഠിക്കരുത്. ദുന്മാർഗരുടെ ആലോചനയിൻപടി നടവാമല്ലോ, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ, വഴിയിൽ നില്ലാമല്ലോ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, ഉക്കാറുമിടത്തിൽ ഉക്കാറാമല്ലോ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, ഞാൻ ദേവനുடைய പിള്ളை, ദേവനുடைய പരിശുദ്ധവാൻ എന്ന് എണ്ണി, ഞാനൊരു ദൈവവൈതൽ, ദൈവത്തിന്റെ വിശുദ്ധൻ എന്ന ചിന്തിച്ച് ദേവനുடைய വഴിയിൽ നടക്ക വേണ്ടിയത് അവശ്യം. നീ ദൈവവഴിയിൽ നടക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ പേതുരു சொன்னார். ആകയാൽ പത്രോസ് പറഞ്ഞു, പുറജാതികളുടെ സിത്തം ചെയ്തത് പോതു. ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചത് മതി. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആകയാൽ இந்த പച്ചപ്പുഴുവെ നാം പിടിപ്പോമാ. ആകയാൽ ഈ പച്ചപ്പുഴുവിനെ പിടികൂടാം. പച്ചപ്പുഴുവെ പിടിക്കാവിട്ട എന്നെ നടക്കുമെന്ന് കേൾക്കലാം. ഈ പച്ചപ്പുഴുവിനെ പിടികൂടിയില്ലെങ്കിൽ എന്താ എന്ന് ചോദിച്ചേക്കാം. അത് എന്നുடைய മനസ്സിൽ വരും, അത് പോകും. എന്റെ മനസ്സിൽ ഇതൊക്കെ വരുന്നു, പോകുന്നു, ഇല്ല അങ്ങനെയല്ലേ? ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആവി നിറമ്പുമ്പോൾ മനസ്സുക്കുള്ള എത്രയോ കാര്യങ്ങൾ വരുகிறது. ആത്മാവിൽ നിറയുമ്പോൾ തന്നെ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു. കൈയടിക്കുന്നത് ഉണ്മതാൻ, പാട്ട് പാടുவது ഉണ്മതാൻ, അന്യഭാഷ പേസുவது ഉണ്മതാൻ. ആനാ മനസ്സുക്കുള്ള അന്ത പച്ചപ്പുഴു ക്രിയ ചെയ്യുന്നത്. കൈയടിക്കുന്നത് സത്യം, പാട്ട് പാടുന്നത് സത്യം, ആത്മാവിൽ നിറയുന്നു, എല്ലാം കൊള്ളാം. എന്നാൽ ഇപ്പോഴും മനസ്സിൽ ആ പച്ചപ്പുഴു പ്രവർത്തിക്കുന്നില്ലേ? അപ്പടി ഉന്റെ മനതെ നീ പുരട്ടാകെ എടുക്കാമൽ മനതെ വിട്ടുവിട്ടാൽ, അങ്ങനെ മനസ്സിനെ ഗണ്യമാക്കാതെ വിട്ടുകളഞ്ഞാൽ സംഭവിപ്പത് എന്തായിരിക്കും സംഭവിക്കുക? നീതിമൊഴികൾ 25-ാം അധികാരം 28-ാം വചനത്തെ പഠിക്കുമ്പോൾ, സദൃശവാക്യം 25-28, മനസ്സിൽ പരിശുദ്ധമിരാവിട്ടാൽ അവൻ മതിലിടിന്ത് പാഴാന പട്ടണം പോലെ ഇരുപ്പാൻ. മനസ്സിൽ വിശുദ്ധി ഇല്ലെങ്കിൽ അവൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ ആകും. ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു.
தன் ஆவியை அடக்காத மனுஷன் ஆவியை அடக்காத மனிதன் மதிலிடிந்த பாழான பட்டணம் போல் இருப்பான். നീ പട്ടണം താൻ, നീ ഒരു പട്ടണം തന്നെ, നീ യെരൂശലേം പട്ടണം, നീ യെരൂശലേം നഗരം നീ തന്നെ, സിയോൻ പട്ടണം, നീ സിയോൻ പട്ടണമാണ്, മഹിമയിൻ പട്ടണം, നീ തേജസ്സേറിയ നഗരം, സത്യപുരി എന്റെ ഉനക്ക് പേർ, നിനക്ക് സത്യപുരം എന്ന് പേരാകും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എന്നാൽ ഉനക്കൊരു പെരിയ മതിൽ ഇരുന്നത്, നിനക്കൊരു വലിയ മതിൽ ഉണ്ടായിരുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. മനതിൽ പുഴു വന്നപടിയിനാൽ, മനസ്സിൽ പുഴു വന്നതുകൊണ്ട് പുഴുവെ നീ പിടിക്കാമൽ, ആ പുഴുവിനെ പിടികൂടാതെ, പുഴുവെ നീ കൊണ്ടുപോടാതെ, അതിനെ കൊന്നുകളയാതെ, അത് പുഴു ഇരിക്കട്ടുമേ, ഓ പുഴുവല്ലേ ഇരിക്കട്ടെ, അത് പുഴു വരും പുഴു പോകും, പുഴു വരും പോകും. അപ്പടി നീ சொல்கிறபடியினால், അങ്ങനെ തന്നെ പറയുന്നത് കൊണ്ട് പുഴു ഉന്നെ അരിത്ത് ആ പുഴു അതിനെ തിന്ന് ആ ചെടിயின் ഇല സാപ്പിടുகிறது പോലെ, ആ ചെടിയുടെ ഇല തിന്നുകളയുന്നത് പോലെ ഉன்னுடைய പരിശുദ്ധത്തെ സാപ്പിടുகிறது, അത് നിന്റെ വിശുദ്ധിയെ തിന്നുകളയുന്നു. ഉன்னுடைய സമാധാനത്തെ സാപ്പിട്ട് മുടിക്കുന്നത്, സമാധാനത്തെ തിന്നുകളയുന്നു. ഉன்னுடைய വെളിപ്പെടുത്തൽ പോയി വിടുகிறது, വെളിപ്പാട് നഷ്ടപ്പെടുന്നു. ഉன்னுடைய ജപജീവിയം നഷ്ടമായി വിടുகிறது, പ്രാർത്ഥനാ ജീവിതം നഷ്ടമാകുന്നു. ഒരു കാലത്തിൽ നീ മുഴങ്കാൽ പടിയിട്ടാലേ പോതും മണിക്കൂർ കണക്ക് ജപിപ്പായ്, ഒരു കാലത്ത് നീ മുഴങ്കാൽ മടക്കിയാൽ മതി മണിക്കൂർ ദർശനത്തെ നീ പാർപ്പായ്, ദൈവിക ദർശനം കാണുമായിരുന്നു. പലമുറ നീ ദേവസഭയിൽ സാക്ഷിയും കൊടുത്തിരുന്നു, പല സന്ദർഭങ്ങളിൽ ദൈവസഭയിൽ സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. യേശുവെ പാർത്ത്, ഞാൻ യേശുവിനെ കണ്ടു, യേശുവിൻ സത്യം കേട്ട്, യേശുവിന്റെ ശബ്ദം കേട്ടു. ഇപ്പോഴത്തെ സാക്ഷി ഇല്ല, എന്നാൽ ഇപ്പോൾ ആ സാക്ഷ്യം നിനക്കില്ല. പഴയ കഥയെ ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, ആ പഴങ്കഥ മാത്രം ആവർത്തിക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ കഥയില്ല, ഇപ്പോൾ ഒരു പുതുക്കഥയില്ല. കാലത്തിൽ ഞാൻ ജപിക്കുമ്പോൾ, ഞാനന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ദർശനങ്ങൾ ഉണ്ടാകും, എനിക്ക് ദർശനങ്ങൾ ഉണ്ടാകും, വെളിപ്പെടുത്തൽ ഉണ്ടാകും, എനിക്ക് വെളിപ്പാട് എന്നോട് പേസുവാൻ, ദൈവം എന്നോട് സംസാരിക്കും. പഴയ കഥയെ നീ പേസിക്കൊണ്ടിരിക്കണം, ആ പഴങ്കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ത്? ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കടൻ ഉനക്ക് മുന്നാലെ വന്ന് നിൽക്കുക, കടബാധ്യത പർവ്വതസമം നിന്റെ മുൻപിൽ നിൽക്കുന്നു. ഉன்னுடைய വീട്ടിലെ പ്രശ്ന അടുത്ത മലയെ പോലെ വന്ന് നിൽക്കുന്നു, വീട്ടിലെ പ്രശ്നങ്ങൾ മറ്റൊരു മല പോലെ മുൻപിൽ നിൽക്കുന്നു. ഈ പലവിധமான പ്രശ്നയിൻ മധ്യയിൽ നീ കാണപ്പെടുகிறாய், അതും ഒരു മലയെ പോലെ കാണപ്പെടുகிறது. പലവിധ പ്രശ്നങ്ങളുടെ നടുവിൽ നീ ആയിരിക്കുന്നു, അതും ഒരു പർവ്വത സമാനം നിന്റെ മുൻപിൽ. ഇപ്പോൾ ജപിക്കാൻ മുടിகிறதில்லை, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയാറില്ല. മതിലിടിந்த പാഴാന പട്ടണം പോലെ കാണപ്പെടുகிறாய், നീ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന ശൂന്യ പട്ടണം പോലെ ആയിരിക്കുന്നു. നിലവരത്തെ നീ നന്നായി അറിയുകയാ, നിന്റെ അവസ്ഥ നന്നായി മനസ്സിലാക്കുന്നുണ്ടോ? നിന്റെ നിലവരത്തെ അറിയാമൽ പോകാതെ, നിന്റെ അവസ്ഥ മനസ്സിലാക്കാതെ പോകരുത്. ഈ പട്ടണം താൻ, നീ ഒരു പട്ടണം തന്നെ, ബലമുള്ള പട്ടണം താൻ, ബലമുള്ള നഗരം തന്നെ, മതിലുള്ള പട്ടണം, മതിലുള്ള പട്ടണം തന്നെ. 26:2 വാസിക്കുമ്പോൾ അത് പട്ടണത്തെ കുറിച്ച് വാസിக்கிறோம். 26:2 അവൻ നഗരത്തെ കുറിച്ച് വായിക്കുന്നു. മതിലുണ്ട്, അതിന് വൻമതിലുണ്ട്, നമുക്ക് നല്ല ഉപദേശമുണ്ട്, നല്ല ഉപദേശം നമുക്കുണ്ട്. ദൈവത്തിന് മഹത്വം. എന്നാൽ മതിലിടിഞ്ഞ, ഉപദേശമിടിഞ്ഞ്, ദൈവിക സുഖമെന്റെ സത്യം ഇടിഞ്ഞ്, ദൈവിക രോഗശാന്തി എന്ന സത്യം ഇടിഞ്ഞു, ജീവിതം എന്റെ സത്യം ഇടിഞ്ഞ്, വിശ്വാസ ജീവിതം എന്ന സത്യം ഇടിഞ്ഞതായ, വാങ്ങക്കൂടാതെ എന്റെ പ്രമാണത്തെ ഇടിഞ്ഞ്, കടം വാങ്ങരുതെന്ന പ്രമാണം ഇടിഞ്ഞു, ആരോട് കസപ്പ് വൈരാഗ്യങ്ങൾ വയ്ക്കക്കൂടാതെ എന്റെ മതിൽ ഇടിഞ്ഞ്, ആരോട് കയ്പ് വിദ്വേഷം ഉണ്ടാകരുതെന്ന മതിലിടിഞ്ഞ്, കൂടുമാനാൽ ഉന്നാൽ ആനമട്ടും യാവരോടും സമാധാനമായിരിക്ക വേണ്ടുമെന്ന് പ്രമാണം എന്റെ മതിൽ ഇടിഞ്ഞ്, കഴിയുന്നിടത്തോളം എല്ലാവരോടും സമാധാനമായിരിക്കണമെന്നുള്ള ആ പ്രമാണമാകുന്ന മതിൽ ഇടിഞ്ഞ്, നീ ഒരു പാഴാന പട്ടണം പോലെ കാണും, നീ ഒരു ശൂന്യ പട്ടണം പോലെ ആയിരിക്കുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പാഴാന പട്ടണத்துக்கு எந்த பாதுகாப்பும் இல்லை, ശൂന്യമായ പട്ടണത്തിന് സുരക്ഷിതത്വമില്ല, പാഴാന പട്ടണത്തിൽ എന്ത ചെഴുപ്പുമില്ല, ശൂന്യ പട്ടണത്തിന് സമൃദ്ധിയില്ല, പാഴാന പട്ടണത്തിൽ എന്ത വ്യാപാരവുമില്ല, ശൂന്യ നഗരത്തിൽ വ്യാപാരം കച്ചവടമില്ല, പട്ടണത്തിൽ ഒരുവനും വരമാട്ടാ, ആ ശൂന്യ പട്ടണത്തിൽ ആരും വരികയില്ല. ഉன்னுடைய നിലമേ ഇതാണ് ഇപ്പോഴത്തെ നിന്റെ സ്ഥിതി. ഉനക്ക് അടിക്കടി കോപവും ടെൻഷനും വരിക, ആകയാലാണ് കൂടെ കൂടെ കോപവും മാനസിക സംഘർഷവും വരുന്നത്. പുഴുവെ പിടിപ്പോം, ആ പച്ചപ്പുഴുവിനെ പിടികൂടാം. എൻ പരിശുദ്ധവാൻകളെ കൂട്ടുങ്ങൾ, എന്റെ വിശുദ്ധന്മാരെ കൂട്ടുവീൻ. മനതിൽ പരിശുദ്ധപ്പെട്ടാൽ, മനസ്സിൽ വിശദീകരിക്കപ്പെട്ടാൽ, ഇങ്ങനെയുള്ള വാർത്തകളെ നീ കേട്ട്, ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ട് നീ താഴ്ത്തി, നിന്നെ താഴ്ത്തി, ഉന്നിനെ ശുദ്ധീകരിച്ച്, നിന്നെ വിശദീകരിച്ച്, പച്ചപ്പുഴുവെ പിടിച്ച് ആ പച്ചപ്പുഴുവിനെ പിടികൂടി പോട്ടാൽ നീ അതിനെ കൊന്നാൽ നീ ആരായിരിപ്പാ, നീ
ആരായിരിക്കും? നീതിമൊഴികൾ 16:32 വാസിപ്പോ. സദൃശവാക്യം 16:32. നീതിമൊഴികൾ 16:32. സദൃശവാക്യം 16:32. നീ പട്ടണത്തെ പിടിക്കുന്നവനെ പാർക്കിലും ഉത്തമൻ എന്റെ കർത്തർ சொல்லுகிறார். നീ പട്ടണം പിടിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. ബലവാനെ പാർക്കിലും വീട് സ്വന്തമുള്ളവൻ ഉത്തമൻ, പട്ടണത്തെ പിടിക്കുന്നവനെ പാർക്കിലും തൻ മനதை അടക്കുகிறവൻ ഉത്തമൻ. തൻ മനதை അടക്കുகிறവൻ ഉത്തമൻ. ദേവനകമേ ചൊല്ല്. ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. ഉൻ മനதை അടക്കുகிறവൻ ഉത്തമൻ. പട്ടണം പിടിക്കുന്നവനേക്കാൾ മനസ്സിനെ ജയിക്കുന്നവൻ ശ്രേഷ്ഠൻ. അതിനാൽ തന്നെ നമ്മുടെ ഉപദേശത്തിൻപടി, ആകയാൽ നമ്മുടെ ഉപദേശപ്രകാരം പഴയ ഏർപ്പാട്ട് പരിശുദ്ധവാன்களை பார்க்கிலும் புதிய ஏற்பாட்டு பரிசுத்தவான்கள் மேலான பரிசுத்தவான்கள் என்பதற்கு எந்த விதமான சந்தேகம் இல்லை. പഴയ നിയമവിശുദ്ധന്മാരെക്കാൾ പുതിയ നിയമവിശുദ്ധന്മാർ ശ്രേഷ്ഠന്മാരെന്നതിന് യാതൊരു സംശയവുമില്ല. പഴയ ഏർപ്പാട്ട് പരിശുദ്ധവാன்கள் വീരர்கள் தான். പഴയ നിയമവിശുദ്ധന്മാർ വീരന്മാർ തന്നെ. യോവാൻ സ്നാനകനെ പാരുங்கள். യോഹന്നാൻ സ്നാപകനെ നോക്കുക. സ്ത്രീകളിൽ പിറന്നവൻ യോവാനെ പാർക്കിലും പെരിയവൻ യാരും എഴുമ്പവില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ എഴുന്നേറ്റിട്ടില്ല. ദേവനുடைய രാജ്യത്തിൽ, എന്നാൽ ദൈവരാജ്യത്തിലോ ഏറ്റവും ചെറിയവൻ യോവാൻ സ്നാനകനെ പാർക്കിലും പെരിയവൻ, യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ. കാരണം എന്താണ്? യോവാനെ പാർക്കിലും നമ്മുടെ മനതിൽ പരിശുദ്ധമുണ്ട്. യോഹന്നാനേക്കാൾ നമ്മുടെ മനസ്സിൽ വിശുദ്ധിയുണ്ട്. ഏർപ്പാട് കാലത്തിൽ இந்த அளவுக்கு அவர்கள் பரிசுத்தமாக ஜீவிக்கவில்லை. പഴയ നിയമകാലയളവിൽ അവർ ഇത്രത്തോളം വിശുദ്ധിയിൽ ജീവിച്ചിരുന്നില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இந்த காலத்தில் பரிசுத்தாவின் அபிஷேகத்தினாலும் தேவனுடைய கிருபையினாலும் பரிசுத்த ஜீவியம் செய்ய ஆண்டவர் நமக்கு அனுகிரகம் செய்கிறார். ഈ നാളിൽ പരിശുദ്ധാത്മാഭിഷേകത്താലും ദൈവകൃപയാലും ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് വരം തന്നിരിക്കുന്നു. കർത്തർ சொன்னார். ആകയാൽ കർത്താവ് വിളിച്ചു. 1 അധികാരം 15-16 വചനങ്ങളെ വാസിക്കുമ്പോൾ, 1 പത്രോസ് 1 അധ്യായം 15-16 വാക്യങ്ങളിൽ യേശു சொல்லுகிறது பாருங்கள். യേശു പറയുന്നത് നോക്കുക. ഞാൻ വിശുദ്ധൻ. അതിനപടിനാൽ നീങ്ങളും പരിശുദ്ധരായിരുங்கள். ആകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഞാൻ വിശുദ്ധൻ, നീങ്ങളും പരിശുദ്ധരായിരുங்கள். നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ചിലർക്ക് சொல்லலாம், ചിലർ പറയും, ചില കേൾവി കേൾக்கலாம், ചോദ്യം ചോദിക്കും, പാസ്റ്റർ இந்த அளவுக்கு ஒரு பரிசுத்த ஜீவியம் இந்த உலகத்திலே ഈ പോരാട്ടം നിറമ്പിന ഈ മാംസിക ശരീരത്തിൽ ജീവിക്ക മുടിയുമോ? പാസ്റ്റർ, പോരാട്ടങ്ങൾ നിറഞ്ഞതായ ഈ ജഡ ശരീരത്തിൽ ഇത്രത്തോളം വിശദമായി ജീവിക്കാൻ കഴിയുമോ? പലയിടത്തിൽ പലരും அந்த കേൾവിയെ കേട്ടിരിக்கிறார்கள். പലയിടത്തും പലരും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഉങ്ങൾക്കും அந்த കേൾവി എളുമ്പിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലും ആ ചോദ്യം ഉയർന്നേക്കാം. പാസ്റ്റർ ഉദ്യോഗം ചെയ്യാത്തപടിയാൽ, ഒരു മനവിയെ കെട്ടാത്തപടിയാൽ കുടുംബത്തിലെ പോരാട്ടം ഈ പാസ്റ്റർക്ക് தெரியாது. പാസ്റ്റർക്ക് ഉദ്യോഗമില്ല, ഭാര്യയില്ല, അതുകൊണ്ട് കുടുംബത്തിലെ പ്രശ്നമൊന്നും ഈ പാസ്റ്റർക്ക് അറിയില്ല. പ്രശ്നം ഈ പാസ്റ്റർക്ക് தெரியாது. അതുകൊണ്ട് മക്കളുടെ പ്രശ്നങ്ങൾ പാസ്റ്റർക്ക് അറിയില്ല. ഒരു അണ്ണനാച്ചേ, താനൊരു ഷണ്ണനായി പോയല്ലോ, താനൊരു ഷണ്ണനല്ലേ, തനിക്ക് എന്തറിയാം? ഞങ്ങളെ പോലെ പോരാട്ടം ഉങ്ങൾക്കില്ല. ഞങ്ങൾക്കുള്ളതുപോലെ പോരാട്ടം നിങ്ങൾക്കില്ല. പരിശുദ്ധ ജീവിതം ചെയ്യ ദേവൻ കൃപയാല് ഉദവി ചെയ്ത് വരികയാണ്. എന്നാൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കൃപയാൽ ദൈവം സഹായിക്കുന്നു. പൊയ്യുരയാത്ത ദേവൻ, നമ്മുടെ യേശു ഭോഷ്ക് പറയാത്തവൻ. പൊയ്യുരയും പഠിക്ക് ഞാൻ മനുഷ്യനല്ല, ഭോഷ്ക് പറയുവാൻ ഞാൻ മനുഷ്യനല്ല, മാറുംപടിക്ക് ഞാൻ മനുപുത്രനുമല്ല, അനുദപിക്കുവാൻ വാക്കുമാറുവാൻ ഞാൻ മനുഷ്യപുത്രനല്ല, சொன்னபடி செய்வேன், ഞാൻ കൽപ്പിച്ചു അതുപോലെ നിവർത്തിച്ചു, ഞാൻ പരിശുദ്ധൻ, ഞാൻ വിശുദ്ധൻ. ആകയാൽ നീങ്ങളും പരിശുദ്ധരായിരുங்கள், നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. പരിശുദ്ധமாக ജീവിக்க முடியாவிட்டால், വിശുദ്ധമായി ജീവിക്കാൻ കഴിയുന്നില്ല. യേശു அப்படி ஒரு வசனத்தை சொல்லி இருக்க மாட்டார். യേശു അങ്ങനെ ഒരു വചനം പറയുകയില്ലായിരുന്നു. അത് പേതുരുവിൻ വചനമല്ല, അത് പത്രോസിന്റെ വാക്കുകളല്ല, പഠിപ്പറിവില്ലാത്ത ഒരു മീൻ പിടിക്കുന്നവനുடைய വചനമല്ല, വിദ്യാഭ്യാസമില്ലാത്ത ഒരു സാധാരണ മുക്കുവന്റെ വാക്കുകളുമല്ല. ദേവൻ മോശയ്ക്ക് കൊടുത്ത പ്രമാണം, ദൈവം മോശയ്ക്ക് നൽകിയ പ്രമാണം. ദേവൻ നേരടിയാക മോശയോട് പേസിനാർ, ദൈവം നേരിട്ട് മോശയോട് സംസാരിച്ചു. அந்த മോശയ്ക്ക് കൊടുത്ത പ്രമാണത്തെ പേതുരു എടുത്തുരയ്ക്കിன்றார். ആ മോശയോട് പറഞ്ഞതായ പ്രമാണത്തെ പത്രോസ് ഇവിടെ എടുത്തു പറയുകയത്രേ ചെയ്യുന്നത്. എഴുതപ്പെട്ടിരിക്കുന്നത്, അതിവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ദേവജനമേ, ആകയാൽ ദൈവജനമേ, രഹസ്യ വരികയിൽ എടുത്തുകൊള്ളപ്പെട வேண்டும் എന്ന് വാഞ്ചിക്കുന്ന ദേവജനമേ, കർത്താവിന്റെ രഹസ്യ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ
വരുവാൻ ആഗ്രഹിക്കുന്ന ദൈവജനമേ, ഇനിയും കാലമില്ല. ഇനി കാലമില്ല. இருக்கிற காலத்தில் பரிசுத்தத்தில் முன்னேறுவோமாக. ലഭിച്ചിരിക്കുന്ന കാലത്തിൽ വിശുദ്ധിയിൽ മുന്നേറാം. ഇപ്പൊ അമേരിക്കാവിൽ ഭയങ്കരமான ഭൂമി എതിർച്ച് നടന്ന തിരുമേ ലക്ഷക്കണക്ക് മക്കൾ മാണ്ടു പോയി വിട്ടാர்கள். ഇപ്പോൾ അമേരിക്കയ്ക്ക് അടുത്ത വലിയ ഭൂകമ്പത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചത് നിങ്ങൾ അറിയുന്നവല്ലോ. നാളേക്ക് ഇങ്ങ എന്ന നടക്കുമെന്ന് നമുക്ക് தெரியாது. നാളെ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. 92-ാം ആണ്ടിൽ 92-ൽ ഒരു സയന്റിസ്റ്റ്, ഒരു ശാസ്ത്രജ്ഞൻ വിവിധமாக சொன்னார். ഇപ്രകാരം இந்தியாவில் இருந்து கேரளா கன்னியாகுமரி வரைக்கும் ஒரு பெரிய பூமி எதிர்ச்சி வரப்போகிறது. വടക്കേ ഇന്ത്യ മുതൽ കേരളത്തിൽ കന്യാകുമാരി വരെ ഒരു വലിയ ഭൂചലനം വരുവാൻ പോകുന്നു. എന്നാൽ 2002 ഒരളവുക്ക് വന്നത്, ഒരു വിധത്തിൽ വന്നു. കച്ചിലിരുന്ന് ഭൂമി എതിർച്ച് പുറപ്പെട്ടത്. കച്ചിൽ നിന്ന് ആ ഭൂചലനം ബോംബെയിൽ ഇരുന്ന്, അപ്പോൾ ബോംബെയിലായിരുന്നു ഞാൻ. നമുക്കൊരു ഫെയ്ത്തോമുണ്ട്, വിശ്വാസപ്പെട്ടുണ്ട്, ഗാന്ധിധാം. അവിടെ ഗാന്ധിധാം എന്നൊരു സ്ഥലത്ത് വിശ്വാസമുണ്ട്. ദൈവജനമേ, കണ്ണാലെ ഞാൻ പാർത്ത്, ഞാൻ എന്റെ കണ്ണുകളാൽ കണ്ടു 100 അടി നീളം, 100 അടി നീളം, ഒരു 25 അടി അകലമുള്ള 25 അടി വീതിയുള്ള 3 മാടി ബിൽഡിംഗ്, 3 നില കെട്ടിടം അപ്പടിയേ ഇറങ്ങി വിട്ടത്. അത് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി. വിശ്വാസ വീട്ടുക്ക് പിന്നാലെയുള്ള ഒരു ഇടം, ഫെയ്ത്തോമിന് പുറകിലുള്ള ഒരു സ്ഥലം. ഗാന്ധിധാമിൽ ആരാധന വന്നിരിപ്പാൽ അവർക്ക് തെരിയും. ഗാന്ധിധാമിൽ വന്നിട്ടുള്ളവർക്ക് അതറിയാം. ആ കെട്ടിടം അപ്പടിയേ ഇറങ്ങി വിട്ടത്. അത് ഭൂമിക്കകത്തേക്ക് ഇറങ്ങി പോയി പാർത്ത്, ഞാനും ചെന്ന് കണ്ടു. അഹമ്മദാബാദിൽ അമിതമായ കെട്ടിടം കീഴെ ഇറങ്ങുമ്പോൾ, അങ്ങനെ ഒരു കെട്ടിടം താഴേക്ക് ഇറങ്ങുമ്പോൾ മക്കൾ അങ്ങനെ അവിടെ അതിനകത്തുള്ളവർ പുലമ്പി കരഞ്ഞു നിലവിളിച്ച്, പിള്ളകളും മക്കളും അങ്ങേ எங்களை காப்பாற்றுங்க என்று ஜன்னல் வழியாக கையை போட்டு கதறுகிறார்கள். രക്ഷിക്കണമേ എന്ന് ജനലിലേക്ക് പുറത്ത് കൈയിട്ടവർ നിലവിളിച്ചു. കാരണം முதல் மாடி மண்ணுக்குள்ள போனபடினால் வாசலும் மண்ணுக்குள்ள போய் விட்டது. കാരണം താഴത്തെ നില അത് മണ്ണിനകത്ത് പോയി, ആ വാതിലും മണ്ണിനടിയിലായി. முதலாம் மாடி 2ஆம் மாடியில ஜனங்கள் தான் கீழே இறங்கி கொண்டிருக்கிறது. ഒന്നാമത്തെ രണ്ടാമത്തെ നിലയെല്ലാം താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അഹമ്മദാബാദിലെ നമ്മുടെ പല വിശ്വാസികൾ பார்த்து അഴുതാர்கள். അഹമ്മദാബാദിലെ പല വിശ്വാസികൾ അത് കണ്ടു കരഞ്ഞു. എന്ത് ചെയ്യാൻ കഴിയും? எப்படி உதவி செய்ய முடியும்? എങ്ങനെ സഹായിക്കാനാവും? அப்படியே ഇറങ്ങിക്കൊണ്ടിരിக்கிறது. അത് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭൂമി ചലനം വന്നു, ഒരു ഭൂചലനം വന്നു, அப்படியே கொலாப்ஸ் ஆக വീഴുന്നത്. അത് ഇടിഞ്ഞു തകർന്നു. இதோ எல்லாத்துக்கும் ஒரு முடிவு வந்து விட்டது. എല്ലാത്തിനും ഒരു അവസാനം വന്നിരിക്കുന്നു. നാം പരിശുദ്ധത്തിൽ വളരുംപടിയാക, നാം വിശുദ്ധിയിൽ വളരേണ്ടതിന്, മനതിൽ പരിശുദ്ധമുള്ളവരാക മാറുംപടിയാക, മനസ്സിൽ വിശുദ്ധിയുള്ളവരാകേണ്ടതിന് തിരുവല്ല കൺവെൻഷനിൽ 2ആം നാൾ മാല കൂട്ടത്തിൽ ദേവൻ നമ്മെ എച്ചരിക്கிறார். ഈ തിരുവല്ല കൺവെൻഷനിൽ 2ആം ദിവസം വൈകിട്ടത്തെ യോഗത്തിൽ ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. ഞാൻ പരിശുദ്ധ, ഞാൻ വിശുദ്ധൻ, நீங்களும் பரிசுத்தராயிருங்கள். ஆகையால் நீங்களும் விசுத்தராயிருப்பீர்கள். பரிசுத்தமாக ஜீவிக்க முடியும் என்று தேவனுடைய கிருபையினாலும் தேவனுடைய ஆவியினாலும் முடியும் என்று விசுவாசிக்கிறவங்க மட்டும் கரங்களை உயர்த்தி ஒரு 3 அல்லேலூயா சொல்லுங்க. ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. பிசாசானவன் வெட்கப்பட்டு ஓடட்டும். பிசாசு லജ്ജിച്ചോടട്ടെ. பிசாசானவன் வெட்கப்பட்டு ஓடட்டும். பிசாசு ലജ്ജിച്ചോടട്ടെ. நமது இயேசு பரிசுத்தர். നമ്മുടെ യേശു വിശുദ്ധൻ. அவர் ഒരു നാളിൽ ഇതേപോലെ ഒരു കൂട്ടത്തിൽ നിன்று, അവൻ ഒരു ദിവസം ഇതുപോലെ ഒരു യോഗമധ്യേ നിന്ന് ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം, യേശുവെ കുറിച്ച്, യേശുവിനെ കുറിച്ച് പലരും പല വിധത്തിൽ சொன்னார்கள். പലരും പല വിധത്തിൽ പറഞ്ഞു, ഒരു പാപിதான், ഇവനും ഒരു പാപിയാണ്. പാപിയായ ശീമോന്റെ വീട്ടിൽ ഇവൻ സാപ്പിടുகிறான். പാപിയായ ശീമോന്റെ വീട്ടിൽ ഭക്ഷണം, അവനും ഒരു പാപി, അവനും ഒരു പാപി, വ്യഭിചാര പാപത്തിൽ അവൻ ജീവിക്കുന്നു. അവന്റെ വീട്ടിൽ ഇവൻ പോകലാമോ? അവന്റെ വീട്ടിൽ ഇവൻ പോകാമോ? ഇവനും ഒരു പാപിதான், ഇവനും ഒരു പാപി തന്നെ. അത് മാത്രമല്ല ഇതോ പാരുങ്ക, ഒരു സ്ത്രീയാണവൾ. ഒരു സ്ത്രീ, അവൾ എപ്പടിപ്പെട്ടവൾ? അവൾ എങ്ങനെയുള്ളവളാണ്? മറിയാൾ, പാപത്തിൽ ജീവിച്ചവൾ, പാപത്തിൽ ജീവിക്കുന്നവൾ. യേശുവിൻ പാദത്തിൽ വന്ന്, യേശുവിന്റെ പാദാന്തികെ വന്ന്, ഇതോ വരുന്ന കണ്ണീരിനാൽ പാദത്തെ കഴുകി, കണ്ണുനീര് കൊണ്ട് പാദം നനച്ച്, അവളുടെ മുടിയിനാല്, അവളുടെ തലമുടി കൊണ്ട്. സാധാരണ യഹൂദ സ്ത്രീകൾ മുടികളെ കഴട്ട മാട്ടാറുകൾ. യഹൂദ സ്ത്രീകൾ ഇങ്ങനെ മുടി അഴിച്ചിടാറില്ല. ദേവനുക്ക് മഹിമ, മുടിയെല്ലാം കളയിത്ത്, അവൾ ആ മുടിയെ, അവൾ വെക്കപ്പെടാമ, അവൾ ലജ്ജിക്കാതെ அந்த முடியினால் பாதத்தை ആ മുടി കൊണ്ട് പാദം തുടച്ചു. പല മുறை യേശുവിന്റെ പാദத்துக்கு മുത്തം ചെയ്തു, പല പ്രാവശ്യം യേശുവിന്റെ പാദം ചുംബിച്ചു. നോക്കുക, എவ்வளவு പരിശുദ്ധം, എത്ര വിശുദ്ധം. அப்படி இருந்தோ യേശുവിന്റെ ഹൃദയത്തിൽ ഒരു തുടിപ്പുണ്ടാകവില്ല. യേശുവിന്റെ ഹൃദയത്തിൽ ഒരു നരക്കമൊന്നും ഉണ്ടായില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഒരു സ്ത്രീ നമ്മുടെ ഇടയിൽ വന്ന് ഇപ്പോൾ പേസിനാൽ, ഒരു സ്ത്രീ നമ്മുടെ അടുക്കൽ വന്ന് സംസാരിച്ചാൽ എങ്ങനെയായിരിക്കും? ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതിനാൽ
இயேசு பிரமாணத்தை சொன்னார். ആകയാൽ യേശു പ്രമാണം പറഞ്ഞു. மத்தேயு 5ஆம் அதிகாரம் 27-28 வசனங்களில் മത്തായി 5:27-28 இதே மனதிலே பரிசுத்தத்தை குறித்து ஆழமாக ஆணித்தரமாக அடித்து அவர் பேசினார். മനസ്സിലെ വിശുദ്ധിയെ കുറിച്ച് വളരെ ആഴമായ നിലയിൽ തറപ്പിച്ച് യേശു അവിടെ പറയുന്നു. பூர்வத்தார் വ്യഭിചാര പാപം செய்யாதிருப்பாயாக என்று പൂർവത്താർക്ക് ഉரைத்தത് നിങ്ങൾ കേൾവിപ്പെട്ടിருக்கிறீர்களே. പരസംഗം ചെയ്യരുതെന്ന് പൂർവന്മാരോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ உங்களுக்கு சொல்லுகிறது என்னவென்றால், ഞാനോ നിങ്ങളോട് പറയുന്നത്, ഒരുവൻ ഒരു സ്ത്രീയെ ഇച്ഛയോടെ പാർக்கிறവൻ, ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നവൻ, അവനുടെ ഹൃദയത്തിൽ അവളുമാക വ്യഭിചാര പാപം ചെയ്തായി, തന്റെ ഹൃദയത്തിൽ അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഇത് നിരൂപത്തിലെ വസനമല്ല, ഇത് ഒരു ലേഖനത്തിലെ വാക്കല്ല. യേശുക്രിസ്തു പിതാവിൻ ചിത്തം ചെയ്യുമ്പടിയാക, കർത്താവായ യേശു പിതാവിന്റെ ഇഷ്ടം ചെയ്യേണ്ടതിന് അയക്കപ്പെട്ടവനായി, അഭിഷേകം പണ്ണപ്പെട്ടവനായി, അഭിഷിക്തനായി, ദേവനുடைய ചിത്തത്തിൻപടി ദൈവഹിത പ്രകാരം അവർ ഭൂമിയിൽ യേശുവിന്റെ നാമത്തിൽ വന്ന്, അവൻ ഭൂമിയിൽ യേശു എന്ന നാമധേയത്തിൽ പിതാവിനുടെ ആലോചനയെ சொன்னார். പിതാവിന്റെ ആലോചന പ്രസ്താവിച്ചു. ഒരു പിതാവുണ്ട്, എനിക്കൊരു പിതാവുണ്ട്, പരലോകത്തിൽ ഇരിക്കുന്നു, അവൻ സ്വർഗത്തിലിരിക്കുന്നു. അഴിവില്ലാത്തൊരു രാജ്യമുണ്ട്, സ്വർഗം എന്നുള്ളതായ ഒരു അനശ്വര രാജ്യമുണ്ട്. നീ പോക വേണ്ടുമോ, ആ രാജ്യത്തിൽ ചെല്ലണമോ, പിതാവിനുடைய വാർത്തയ്ക്ക് നീ കീഴ്പടിയ വേണം. പിതാവിന്റെ വാക്ക് നീ അനുസരിക്കണം. പിതാവിൻ വാർത്ത എന്ന, പിതാവിന്റെ വാക്ക് എന്താണ്? ഒരു സ്ത്രീയെ ഇച്ഛയോടെ പാർത്താൽ, ഒരുവനൊരു സ്ത്രീയെ മുഖത്തോടുകൂടെ നോക്കിയാൽ, അവളുമാക ഹൃദയത്തിൽ വ്യഭിചാര പാപം ചെയ്താൽ, അവളോടുകൂടെ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. എവളവും ഭയങ്കരം, എത്ര ഭയങ്കരം. അരുമയാണ് ദൈവജനമേ, ദൈവജനമേ, വസനത്തെ നീ വിട്ടുവിടാതെ, ആ വചനത്തെ വിട്ടുകളയല്ലേ. അത് എനക്കൂറിയ വസനമല്ല, അതെനിക്കുള്ളതല്ല. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പരിശുദ്ധത്തിൽ മുന്നേറുങ്കൾ, വിശുദ്ധിയിൽ മുന്നേറാം. ഒരുവൻ ഒരു സ്ത്രീയെ ഇച്ഛയോടെ പാർത്താൽ, ഒരുവൻ ഒരു സ്ത്രീയെ മുഖത്തോടുകൂടെ നോക്കിയാൽ, ഒരു പൊരുളെ ഇച്ഛയോടെ പാർത്താൽ, ഒരു വസ്തു മോഹത്തോടെ നോക്കിയാൽ, പൊരുളെ ഇച്ഛയോടെ വാങ്ങിനാൽ, ഒരു വസ്തു മോഹിച്ച് വാങ്ങിയാൽ, വ്യഭിചാര പാപം ചെയ്താൽ, അതുമായി വ്യഭിചാരം ചെയ്തു പോയി. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആനപടിയിനാൽ ഇച്ഛയുടെ പാപത്തുക്കും, ആകയാൽ മോഹമെന്ന പാപത്തിനും, മോഹത്തുക്കും, ആ ഇച്ഛയ്ക്ക്, ആശയ്ക്കും, ആ ആശയ്ക്ക് മരിത്തവர்களாக കാണപ്പെട വേണം. മരിച്ചവരായിരിക്കണം. இந்த മൂന്ന് പാപങ്ങൾ, ഈ മൂന്നാം ഭാഗം, ഒന്ന് ഇച്ഛ, ഒന്ന് ഇച്ഛ, രണ്ടാമത് മോഹം, രണ്ടാമത് മോഹം, മൂന്നാമത് ആശ. മൂന്നാമത് ആശ. ഈ മൂന്ന് പാപങ്ങൾ, ഈ മൂന്നാം പാപങ്ങൾ മനതിൽ പാപത്തെ കൊണ്ടുവരിക, മനസ്സിൽ പാപത്തെ കൊണ്ടുവരുന്നു. இதுதான் പച്ചപ്പുഴു വരുகிற വഴി. ഇതാണ് പച്ചപ്പുഴുവിന്റെ വഴി. എപ്പടി മനതുക്കുള്ളേ വരുക, എങ്ങനെയാണ് മനസ്സിൽ വരുന്നത്? ഇച്ഛ വഴിയാക, അത് ഇച്ഛയിലൂടെ, ആശ വഴിയാക, ആശയിലൂടെ, മോഹത്തിൻ വഴിയാക, മോഹത്തിലൂടെ. ഇത് പരിശുദ്ധ യാക്കോബ് തെളിവാക சொன்னா. യാക്കോബ് ഇത് വ്യക്തമായി പറഞ്ഞു. യാക്കോബ് 1-ാം അധികാരം 14-ാം വസനത്തെ പഠിക്കും. യാക്കോബ് 1:14 ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. അവനവൻ തൻ സ്വയ ഇച്ഛയിനാൽ തൻ സ്വയ ഇച്ഛയിനാൽ ഇഴുക്കപ്പെട്ട് സിക്കൊണ്ട് ശോധിക്കപ്പെടുகிறான். பாருங்கள், നോക്കുക, അവനവൻ സ്വയ ഇച്ഛയിനാല്, അവനവൻ സ്വന്തം മോഹത്താൽ ഒരു പൊരുളെ പാർക്കുമ്പോൾ ഒരു ഇച്ഛ, ഒരു സാധനം കാണുമ്പോൾ ഒരു കപ്പയെ പാർക്കുമ്പോൾ അതിന്മേൽ ഒരു മോഹം, ഒരു കൽപ്പ കാണുമ്പോൾ അതിന്റെ മേലൊരു മോഹം, ഒരു പൊരുളെ പാർക്കുമ്പോൾ ഒരു ആശ, ഒരു സാധനം കാണുമ്പോൾ ഒരു ആശ. ദേവജനമേ എളുമ്പുങ്കൾ, ദൈവജനമേ അത് വിട്ടേക്ക്. മോഹത്തുക്ക് നീ മരിക്ക ഈ വേണം, മോഹത്തിനാ നീ മരിക്കണം. ഇച്ഛയ്ക്ക് നീ മരിക്ക, ഇച്ഛയ്ക്ക് നീ മരിക്കണം, ആശയ്ക്ക് നീ മരിക്ക, ആശയ്ക്ക് നീ മരിക്കണം. എങ്ക ഇருக்கு ഉപദേശം? ആ ഉപദേശം എവിടെയാണുള്ളത്? ഗലാത്യർ 5-ാം അധികാരം 24-ാം വസനം. ഗലാത്യർ 5:24. ഗലാത്യർ 5:24. ഗലാത്യർ 5:24. ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുവിനുടയവர்கள் തങ്ങൾ മാംസത്തെയും ഇച്ഛകളെയും സിലുവയിൽ അറൈந்திருக்கிறார்கள். രാഗമോഹങ്ങളെ അവർ ക്രൂശിച്ചിരിക്കുന്നു. സിലുവയിൽ അറയ വേണ്ടിയ പകുതി ക്രൂശിക്കേണ്ട കാര്യം. ആനപടിയാൽ പച്ചപ്പുഴുവെ പിടിത്ത് സിലുവയിൽ അറയുവോമാ. ആകയാൽ പച്ചപ്പുഴുവിനെ പിടികൂടി നമുക്ക് ക്രൂശിക്കാം. ദൈവത്തിന് മഹത്വം. ഉണ്മയാക നാം മനം തിരുമ്പുമ്പോൾ, വാസ്തവമായി മാനസാന്തരപ്പെടുമ്പോൾ, ഇച്ഛയിലിരുന്ന് വിടുതല പെറ്റുകൊള്ളും. ഇങ്ങനെയുള്ള മോഹത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കാം.
പ്രാപിക്കാം. സ്നാനത്തിൻ മൂലமாக വിടുതலை பெற்றுக்கொள்ளுகிறோம். സ്നാനത്തിലൂടെ വിടുതൽ പ്രാപിക്കുന്നു. പരിശുദ്ധാവിൻ അഭിഷേകത്തിൻ മൂലமாக വിടുതலை பெற்றுக்கொள்ளுகிறோம். പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ വിടുതൽ പ്രാപിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனால் இந்த அபிஷேகத்தின் மூலமாக வசனத்தின் மூலமாக ஆவியின் மூலமாக விடுதலை பெறுவது உண்மைதான். അഭിഷേകത്താൽ ആത്മാവിനാൽ വചനത്താൽ ഒരു വിടുതൽ ലഭിക്കുന്നത് സത്യം തന്നെ. അവിധமான വസനങ്ങൾ ഉനക്ക് വിടുതൽ തര വേണ്ടുമാനാൽ ഉനക്ക് ഒരു ഐക്യവും തേവ. ആ വചനങ്ങളാൽ നിനക്കൊരു വിടുതൽ വേണമെങ്കിൽ നിനക്കൊരു കൂട്ടായ്മയും വേണം. എല്ലാവരും വേദം വാസിക്കാർ. എല്ലാവരും ബൈബിൾ വായിക്കുന്നു. എല്ലാവരുടെയും വേദത്തിൽ എന്ത് വസനമുണ്ട്. എല്ലാവരുടെയും ബൈബിളിൽ വാക്യമുണ്ട്. എന്നാൽ പോരാ. എന്നാൽ അത് പോരാ. വസനം വാസിക്ക വേണ്ട. വചനം വായിക്കണം. എന്നാൽ നമുക്കൊരു ഐക്യം തേവ. നമുക്കൊരു കൂട്ടായ്മ വേണം. അതിനാലാണ് പരിശുദ്ധ പൗൽ ചൊല്ലുമ്പോൾ ആകയാൽ വിശുദ്ധ പൗലോസ് പറയുമ്പോൾ ദേവനുடைய പരിശുദ്ധവാനാക മാറ വേണ്ടും. നീ ദൈവത്തിന്റെ വിശുദ്ധനാകണമോ? പച്ചപ്പുഴുവെ കൊണ്ടുപോട വേണ്ടുമാനാ ആ പച്ചപ്പുഴുവിനെ കൊല്ലണമോ? ആശയ്ക്കും ഇച്ഛയ്ക്കും മോഹത്തുക്കും മരിത്തവനാക മാറ്റപ്പെട വേണ്ടുമാനാ രാഗാമുഖങ്ങൾക്ക് നീ മരിച്ചവനാകണമോ? ഉനക്ക് ഇനിയും 3 കാര്യങ്ങൾ തേവ. നിനക്ക് ഇനിയും 3 കാര്യം വേണം. ഐക്യം തേവ. ഒന്ന് കൂട്ടായ്മ. ഐക്യത്തുക്ക് 3 കാര്യങ്ങൾ. ആ കൂട്ടായ്മയ്ക്ക് 3 കാര്യം. 2 കൊരിന്ത്യർ 5-ാം അധികാരം 18, 19, 20 3 വസനങ്ങളിൽ വാസിக்கிறோம். 2 കൊരിന്ത്യർ 5-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ. നാം ദേവനോട് ഉപ്രവാക വേണ്ട. നാം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. ദേവനോട് ഉപ്രവാകും പഠിക്കൊരു ഊഴിയം തേവ. നിരപ്പ് പ്രാപിക്കേണ്ടതിന് ഒരു ശുശ്രൂഷ വേണം. 19-ാം വസനത്തിൽ 19-ാം വാക്യത്തിൽ അതിനകത്ത് ഉപ്രവാകത്തിന് ഉപദേശം തേവ. ആ നിരപ്പിന്റെ വചനം ഉപദേശം വേണം. 20-ാം വസനത്തിൽ 20-ാം വാക്യത്തിൽ ഉപ്രവാകത്തിന് ഊഴിയர்களுം തേവ. നിരപ്പിന്റെ ശുശ്രൂഷക്കാരും വേണം. മുതലാമതൊരു ഊഴിയം തേവ. ഒന്നാമതൊരു ശുശ്രൂഷ. രണ്ടാമത് അതിനകത്ത് ഉപദേശം തേവ. രണ്ടാമത് അതിന് തക്കതായ ഉപദേശം. മൂന്നാമത് അതിനകത്ത് ഊഴിയர்கள் തേവ. മൂന്നാമത് അതിന് പര്യാപ്തമായ ശുശ്രൂഷ. പരിശുദ്ധ യോവാൻ ഇപ്പടി ജീവിച്ച പരിശുദ്ധവാൻ. അങ്ങനെ ജീവിച്ച വിശുദ്ധനായിരുന്നു വിശുദ്ധ യോവാൻ എന്നെ சொன்ன. യോഹന്നാൻ എന്ത് പറയുന്നു? യോവാൻ 1-ാം അധികാരം 3-ാം വസനത്തിൻപടി 1 യോഹന്നാൻ 1:3 പ്രകാരം നിങ്ങൾ ഞങ്ങളോട് ഐക്യമുള്ളവர்களായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകേണ്ടതിന് കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് അറിയിക്കണം. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ ഐക്യം പിതാവോടും കുമാരനോടുമായി. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവന്റെ പുത്രനോടും. നമുക്ക് ശരിயான ഒരു ഐക്യം തേവ. ആകയാൽ ഒരു ശരിയായ കൂട്ടായ്മ നമുക്ക് വേണം. அந்த ഐക്യത്തിൽ അവിധமான ഉപദേശത്തെ ദേവൻ തന്നിരിக்கிறார். ആ കൂട്ടായ്മയിൽ ശരിയായ ഉപദേശം നമുക്ക് ദൈവം തന്നിരിക്കുന്നു. ആ ഉപദേശമില്ലെങ്കിൽ പരിശുദ്ധത്തിൽ വളരാൻ വിശുദ്ധിയിൽ വളരുവാൻ കഴിയില്ല. ഒരുവൻ പരിശുദ്ധത്തിൽ മുന്നേറ വേണ്ടുമാനോ ഒരുവൻ വിശുദ്ധിയിൽ മുന്നേറണമെങ്കിൽ ഞാൻ சொன்னதுപോലെ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ 2 പേതുരു 3-ാം അധികാരം 18-ാം വസനത്തിൻപടി 2 പത്രോസ് 3:18 പ്രകാരം യേശുക്രിസ്തുവിൻ കൃപയിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയിലും രണ്ടാമത് അവരെ അറിയുന്ന അറിവിലും രണ്ടാമത് അവന്റെ പരിജ്ഞാനത്തിലും നാം വളരണം. അവരെ അറിയുന്ന അറിവിൽ വളര വേണ്ട. അവനെ അറിയുന്ന അറിവിൽ പരിജ്ഞാനത്തിൽ വളരണം. ദേവനുടെ ഉപദേശം. അതാണ് ദൈവത്തിന്റെ ഉപദേശം. இந்த അറിവുക്ക് വിരോധமாக എഴുമ്പുക എല്ലാ മേന്മകളെയും നിർമൂലമാക്ക വേണ്ട. ഈ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന ഉയർച്ചകളെ ഇടിച്ചു കളയണം. ഉപദേശമില്ലെങ്കിൽ നീ പരിശുദ്ധത്തിൽ മുന്നേറ നീ വിശുദ്ധിയിൽ മുന്നേറുവാൻ കഴിയില്ല. ദൈവത്തിന് മഹത്വം. ഉപദേശം തേവ. അതിന് ഉപദേശം വേണം. അനേകർ ഉപദേശത്തെ വിട്ടുവിടുകയാണ്. ഇന്ന് അനേകർ ഉപദേശത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നു. ഉപദേശത്തെ പേശുമ്പോൾ ഉപദേശം പറയുമ്പോൾ അനേകരുടെ ഹൃദയം കഠിനപ്പെടുകയാണ്. അനേകരുടെ ഹൃദയം കഠിനപ്പെടുന്നു. യേശുവും കൂടെ യോവാൻ 6-ാം അധികാരത്തിൽ വാസിക്കുമ്പോൾ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ 65-66 വസനങ്ങളിൽ 65-66 യേശുവും ഉപദേശത്തെ പേശുന്ന ഉപദേശം പറഞ്ഞപ്പോൾ അനേകർ യേശുവെ വിട്ട് പുറപ്പെട്ടു. അനേകർ യേശുവിനെ വിട്ട് അവൻ തിരിഞ്ഞുപോയി. അപ്പോൾ പേതുരു വന്ന് சொன்னார். അപ്പോൾ പത്രോസ് വന്ന് പറഞ്ഞു, இப்படி கடுமையாக பேசாதீர்கள். കർത്താവേ ഇങ്ങനെ കഠിന ഉപദേശം പറയരുത്. கொஞ்சம் അഡ്ജസ്റ്റ് பண்ணி பேசுங்க. അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മയപ്പെടുത്തിയാലോ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അന്റെക്ക് ദൈവിക സുഖത്തെ കുറിച്ച് ഒരിടത്തിൽ പേശുമ്പോൾ ഒരിക്കൽ ദൈവിക പറഞ്ഞു, இப்படி അടിച്ച് பேசாதீங்க. പാസ്റ്റർ ഇങ്ങനെ തറപ്പിച്ച് പറയരുത്. എടുത്തുകൊള്ളുங்க. അത് എടുത്തുകൊള്ളുക. ജപിക്കാമ മരുന്ന് സാപ്പിടാതെ சொல்லுங்க. മരുന്ന് എടുത്തോ എന്നാൽ പ്രാർത്ഥിക്കാതെ മരുന്ന് കഴിക്കേണ്ട എന്ന് മാത്രം.
ஜெபித்து மருந்து சாப்பிடணுமா? പ്രാർത്ഥിച്ച് മരുന്ന് കഴിച്ചു. ஆண்டவரே இந்த மருந்தை ஆசீர்வதியும். കർത്താവ് ഈ മരുന്നിനെ അനുഗ്രഹിക്കണം. ஆண்டவருக்கு உன்னை சுகப்படுத்த ஒரு மருந்து தேவையா? ദൈവത്തിന് നിന്നെ സൗഖ്യമാക്കാൻ മരുന്നിന്റെ ആവശ്യമുണ്ടോ? மருந்துக்கு நாம் விரோதிகள் அல்ல. ഞങ്ങൾ മരുന്നിന് ശത്രുക്കളല്ല. ஆனால் நீ மருந்து எடுத்தால் എന്നാൽ നീ മരുന്നെടുത്താൽ உபதேசத்தில் வளர முடியாது. ആ ഉപദേശത്തിൽ വളരുകയില്ല. இந்த விசுவாசத்தில் வளர ആ முடியாது. വിശ്വാസത്തിൽ വളരുകയില്ല. கிருபையில் வளர முடியாது. കൃപയിൽ വളരുകയില്ല. தேவனோடு ஐக்கியப்பட முடியாது. നിനക്ക് ദൈവത്തോട് ഐക്യത പുലർത്താൻ കഴിയില്ല. நரம்புகளால் குணமானீர்கள். അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. நரம்புகளால் குணமானீர்கள். അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. தழும்போடு நீ ஐக்கியப்பட முடியாது. ആ അടിപ്പിണരോട് ഐക്യപ്പെടുവാൻ കഴിയില്ല. தழும்பின் உபதேசம் உனக்குள் இராவிட்டால் ആ അടിപ്പിണറിന്റെ ഉപദേശം നിന്നിലില്ലെങ്കിൽ நீ பூர்ணப்பட നീ முடியாது. പൂർണ്ണത പ്രാപിക്കില്ല. தேவனுடைய பரிசுத்தவனாக மாற നീ முடியாது. ദൈവത്തിന്റെ വിശുദ്ധനാവുകയില്ല. அதனால தான் உபதேசம் தேவை. ആകയാൽ ഉപദേശം വേണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. வேதம் பெரும் வாசித்தால் மட்டும் போதும். ബൈബിൾ വെറുതെ വായിച്ചു വിട്ടാൽ പോരാ. வேதம் வாசித்தால் ബൈബിൾ വായിച്ചാൽ நம்முடைய அன்பு பெருகலாம், നമ്മുടെ സ്നേഹം വർദ്ധിച്ചേക്കും, விசுவாசம் பெருகலாம். വിശ്വാസം ஆனா വർദ്ധിച്ചേക്കും. உள்ளான மனுஷன் வல்லமையாக பலப்பட்டு എന്നാൽ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് பாவம் இல்லாதவனாக மாற்றப்பட வேண்டும். പാപമില്ലാത്തവനായി തീരണം. இயேசுவை போல மாற வேண்டும். യേശുവിനെ പോലെ മാറണമോ? உபதேசம் தேவை. ഉപദേശം വേണം. அதனாலதான் பரிசுத்த பவுல் ആകയാൽ വിശുദ്ധ പൗലോസ് வேதாகமத்தை நாளாக அவர் பிரித்தார். താൻ ബൈബിളിനെ 4 ആയി തിരിച്ചു. 2 തിമോഥെയോസ് 3 അധികാരം 16-17 വചനങ്ങളെ വാസിക്കുമ്പോൾ 2 തിമോഥെയോസ് 3 അധ്യായം 16-17 വാക്യങ്ങളിൽ அவர்கள் உபதேசத்துக்காகவும் അവർ ഉപദേശത്തിനായും அறிந்து கொள்வதற்காக ശാസനത്തിനായും പിന്നെ നീതീകരണத்துக்காக അത് നീതിയിലെ അഭ്യാസത്തിനും എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് തികഞ്ഞവനാകേണ്ടത് അവൻ പൂർണ്ണനാകും പഠിക്കും. അവൻ തികഞ്ഞവനാകേണ്ടതിന് തേറിനവനാകും പഠിക്കും. അവൻ പൂർണ്ണനാകേണ്ടതിന് നീ തേറിനവനാക മാറ്റപ്പെട വേണ്ടുമാനാൽ തികഞ്ഞവനാകേണമെങ്കിൽ ദേവനുடைய പരിശുദ്ധവാനാക മാറ വേണ്ടുമാനാൽ നീ ദൈവത്തിന്റെ വിശുദ്ധനാകേണമെങ്കിൽ പൂർണ്ണ പരിശുദ്ധവാനാക മാറ നീ വേണ്ടുമാനാൽ ഒരു പൂർണ്ണ വിശുദ്ധനാകേണമെങ്കിൽ ഉപദേശത്തിനും അത് ഉപദേശത്തുക്കും ശാസനത്തിനും ശാസനം ഗുണീകരണത്തിനും ഗുണീകരണം നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. തമിഴില് வேதவாக்கியங்கள் எல்லாம் தேவ ஆவியினாலே அருளப்பட்டிருக்கிறது. தேவனுடைய மனுஷன் தேறினவனாகவும் தேவனுடைய மனுஷன் தேறினவனாகவும் எந்த நற்கிரியையும் செய்ய தகுதியுள்ளவனாகவும் இருக்கும்படியாக அவைகள் உபதேசத்துக்கும் கடிந்து கொள்ளுதலுக்கும் சீர்திருத்தலுக்கும் நீதியை படிப்பிக்குதலுக்கும் பிரயோஜனமுள்ளவைகளாயிருக்கிறது. ഉപദേശത്തിന് ഉപദേശമില്ലെങ്കിൽ മനുഷ്യനാക നീ ഒരു തികഞ്ഞവനായി തീരുകയില്ല. ദൈവത്തിന് മഹത്വം. இந்த ഉപദേശം നീ இருக்கிற ஊழியத்தில் ஐக்கியத்தில் இருக்கிறா என்று பார்க்க வேண்டும். ഈ ഉപദേശം നീ ആയിരിക്കുന്ന ദേശത്തിൽ കൂട്ടായ്മയുണ്ടോ? നിന്റെ നോക്കുക. ദൈവിക രഹസ്യം, ഉപദേശം, വിശ്വാസ ജീവിതം, പരിശുദ്ധ ജീവിതം, ജയാജീവിതം, ഇപ്പടിപ്പെട്ടതാണ് ഉപദേശങ്ങൾ നമുക്ക് തേவை. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നമുക്ക് വേണം. ദൈവത്തിന് മഹത്വം. വിശ്വാസത്തിൽ ബലപ്പെട്ടാൽ നീ വിശ്വാസത്തിൽ ബലപ്പെട്ടാൽ നീ കടനേ വാങ്ങ മാട്ടാ. നീ കടം വാങ്ങുകയേയില്ല. ഇന്റെ കാറിൽ വരുമ്പോ ഞാൻ ഇന്ന് കാറിൽ വരുമ്പോൾ യേശപ്പച്ചന്റെ ഒരു പഴയ ടേപ്പ് കേട്ടിട്ടേ വന്നത്. യേശപ്പച്ചന്റെ ഒരു പഴയ ടേപ്പ് കേട്ടുകൊണ്ട് വിശ്വാസ ജീവിതത്തെ കുറിച്ച് പ്രസംഗം പണ്ട് അതിൽ വിശ്വാസ ജീവിതത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. ദൈവത്തിന് മഹത്വം. അതിൽ പറയുന്നു, വിശ്വാസത്തിൽ ജീവിക്കുന്നവൻ കടം വാങ്ങ മാട്ടാൻ. വിശ്വാസത്തിൽ ജീവിക്കുന്നവൻ കടം വാങ്ങുകയില്ല. വിശ്വാസത്തിൽ ജീവിക്കുന്നവൻ ബലഹീനപ്പെട മാട്ടാൻ. വിശ്വാസത്തിൽ ജീവിക്കുന്നവൻ ബലഹീനപ്പെടുകയില്ല. ഞങ്ങൾ ഒരു വിശ്വാസത്തെ ഉരുവാക്കുകയോ ഞങ്ങളൊരു വിശ്വാസത്തെ ഞങ്ങൾ ഉരുവാക്കുന്നു. ദൈവജനമേ, പ്രബോധനത്തെ മറക്കാതെ ആ പ്രബോധനം മറക്കരുത്. വിശ്വാസത്തിൽ വളരുവോ? വിശ്വാസത്തിൽ വളരാം. കടം വാങ്ങി ജീവിപ്പതല്ല. കടം വാങ്ങിച്ചു കുട്ടി ജീവിക്കുകയല്ല. വേദത്തിൽ 2 ദീർഘദർശികളെ പാർക്കുന്നു. ബൈബിളിൽ 2 പ്രവാചകന്മാരെ കാണുന്നു. 2 രാജാക്കൾ 4 അധികാരം 1 വചനത്തിൽ 2 രാജാക്കന്മാർ 4 അധ്യായം 1 വാക്യം. ശിഷ്യനുடைய വിധവ എന്ന് വാസിക്കുന്നു. അവിടെ ഒരു പ്രവാചക ശിഷ്യന്റെ വിധവയെ കാണുന്നു. എലീസ എന്ന ദീർഘദർശി. ഒന്ന് എലീസ പ്രവാചകൻ. രണ്ടാമത് അവനുடைய ഒരു ശിഷ്യ. അടുത്തതായി അവന്റെ ഒരു ശിഷ്യ. അവനൊരു ദീർഘദർശി. അവനും ഒരു പ്രവാചകൻ. ഊഴിയം ചെയ്ത 2 പേരും ശുശ്രൂഷ ചെയ്തു. ഒരുവർ വിശ്വാസ ഊഴിയം. ഒരുവന്റെ വിശ്വാസത്തിന്റെ വേല. ഒരുവൻ വിശ്വാസത്തിലല്ലാത്ത അവൻ പാർവയിൽ അവന്
വിശ്വാസമില്ലാமல் ஊழியம் செய்து അവൻ കാഴ്ചയാൽ വിശ്വാസമില്ലാതെ വേല ചെയ്തു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அவன் கடன் வாங்கி ஊழியம் செய்து അവൻ കടം വാങ്ങിച്ചു കൂട്ടി ശുശ്രൂഷ ചെയ്തു. கடைசியில் அவனுக்கு மரணம் சம்பவித்தது. ഒടുവിൽ അവൻ മരിച്ചുപോയി. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. நீ கடன் வாங்கி ജീവിക്കാതെ, നീ കടം വാങ്ങി ജീവിക്കരുത്. മാംസத்துக்கு கடனாளிകളായി ഇരാതെ, ജനത്തിന് കടക്കാരാകരുത്. தேவ உபதேசத்துக்கு இடம் கொடுப்பாயாக. ദൈവിക ഉപദേശത്തിന് ഇടം കൊടുപ്പീൻ. தேவனுடைய உபதேசத்தினால் ദൈവത്തിന്റെ ഉപദേശത്താൽ தேவனுடைய உள்ளான மனுஷனை பலப்படுத்துவார். ദൈവം നിന്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തും. தேவனுடைய உபதேசத்தினால் ദൈവത്തിന്റെ ഉപദേശത്താൽ நீ பலசாலியாக നീ மாற்றப்படுவார். ശക്തിമാനായി തീരും. தேவனுடைய உபதேசத்தினால் ദൈവത്തിന്റെ ഉപദേശത്താൽ பாவங்களை விட்டு നീ ஓய்ந்திருக்கிறார். പാപം വിട്ട് ഒഴിഞ്ഞിരിക്കും. தேவனுடைய ദൈവിക உபதேசத்தினால் ഉപദേശത്താൽ பூரண புருஷனாக வளரலாம். നീ തികഞ്ഞ പുരുഷനായി വളരാം. தேவனுடைய உபதேசத்தினால் ദൈവത്തിന്റെ ഉപദേശത്താൽ தேறின மனுஷனாக மாற்ற முடியும். നിനക്കൊരു തികഞ്ഞവനായി തീരാം. ஆகையால் உபதேசத்துக்கு கீழ்ப்படியுவார். ആകയാൽ ഉപദേശത്തെ അനുസരിക്കാം. ஞான ஸ்நானத்துக்கு கீழ்ப்படிந்து ആ ജലസ്നാനത്തെ അനുസരിച്ച് ஞான ஸ்நானம் எடுப்போம். ഉടനെ സ്നാനമേൽക്കാം. அபிஷேகத்துக்கு கீழ்ப்படிந்து അഭിഷേകത്തിനനുസരിച്ച് அபிஷேகத்தை அந்நிய பாஷ அடையாளத்துடன் பெற்றுக்கொள்வோம். പരിശുദ്ധാത്മാഭിഷേകത്തെ അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കാം. தெய்வீக சுகத்தில் நிலைத்திருப்போம். ദൈവിക രോഗശാന്തിയിൽ നിലനിൽക്കാം. அதற்காக അതിനുവേണ്ടി மெல்கிசதேக்கின் முறைமையின்படியுள்ள ஊழியத்தில் ஐக்கியப்பட வேண்டும். മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷയിൽ ഐക്യത പുലർത്തേണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. மெல்கிசதேக் என்பது തൃത്വത്തിൻ മൂന്നാം ദേവൻ എന്ന് നമുക്ക് യാവർക്കും தெரியும். മെൽക്കിസേദെക്ക് എന്നത് തൃത്വത്തിലെ മൂന്നാമനായ ദൈവമെന്ന് നമുക്കറിയാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த மெல்கிசதேக்கின் முறைமையின்படிയുള്ള ஊழியத்தில் நீ ஐக்கியப்பட வேண்டியது அவசியம். ആ മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷയിൽ നീ കൂട്ടായ്മ പുലർത്തേണ്ടിയിരിക്കുന്നു. அந்த முறைமையின்படி ஊழியர்களும் உண்டு. ആ ക്രമപ്രകാരമുള്ള ശുശ്രൂഷകരുമുണ്ട്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. மெல்கிசதேக் ഒരു പ്രതിഷ്ഠയുള്ളവൻ. മെൽക്കിസേദെക്ക് ഒരു പ്രതിഷ്ഠയുള്ളവൻ. ജീവാരംഭവും ജീവമുടിവും ഇല്ല. അവന് ജീവാരംഭവും ജീവാവസാനവുമില്ല. അവന് മാതാവില്ല, പിതാവില്ല. അതേക്കുറിച്ച് നാം എബ്രായർ 7-ാം അധ്യായം മുതൽ 7-3 വചനങ്ങളിൽ വാസിക്കുന്നു. ലേഖനം 7-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുന്നു. പ്രതിഷ്ഠയിൽ ഊഴിയர்கள் കാണപ്പെടുகிறார். അതേ പ്രതിഷ്ഠയിലെ ശുശ്രൂഷകരും കാണപ്പെടുന്നു. ദേവനോട് ഉപ്രവാകുമ്പടിക്ക് ദേവനുடைய സ്ഥാനാധിപതികൾ, ദൈവത്തോട് നിരപ്പാകേണ്ടതിന് സ്ഥാനാപതികളായി നമ്മെ പ്രബോധിപ്പിക്കുന്നു. പ്രതിഷ്ഠിക്കപ്പെട്ട ഊഴിയர்களോട് നീ ഐക്യപ്പെട വേണ്ട. ആ പ്രതിഷ്ഠിത ശുശ്രൂഷകരുടെ കൂട്ടായ്മ പുലർത്തും. അവരുടെ പ്രതിഷ്ഠ എന്നത്, അവരുടെ പ്രതിഷ്ഠ എന്നത് മനതിൽ പ്രതിഷ്ഠ, അവരുടെ മനസ്സിലെ പ്രതിഷ്ഠ, അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠ, അവരുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠ, അവരുടെ ശരീരത്തിലും പ്രതിഷ്ഠ. അവരുടെ ശരീരത്തിലും പ്രതിഷ്ഠ. ലൂക്കാ 14:26 വാസിക്കും. ലൂക്കോസ് 14:26 ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. 7 കാര്യങ്ങളെ അവൻ വിട്ടുവിട വേണ്ട. അവൻ 7 കാര്യങ്ങളെ വിട്ടിരിക്കുന്നു. ഒന്നാമത് തകപ്പൻ, ഒന്നാമത് അപ്പനെ, തായ്, രണ്ടാമത് അമ്മയെ, രണ്ടാമത് സഹോദരൻ, മൂന്നാമത് സഹോദരന്മാർ, സഹോദരിമാർ, ഭാര്യ, മക്കൾ, സ്വന്തം ജീവനെയും വിട്ടുവിടാവിട്ടാൽ അതിനെ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ശിഷ്യനായിരിക്ക മുടിയാ, എന്റെ ശിഷ്യനായിരിക്കില്ല. ഉപ്രവാഹത്തിൽ ഊഴിയത്തിലെ ഊഴിയക്കാരനൊക്കെ ഇന്ത പ്രതിഷ്ഠ മുഖ്യം. നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷക്കാരന് ഈ പ്രതിഷ്ഠ വേണ്ടിയിരിക്കുന്നു. 7 കാര്യങ്ങളെ വിട്ടുവിട വേണ്ട. അവന് 7 കാര്യങ്ങളെ ഉപേക്ഷിക്കുക. 7 കാര്യങ്ങൾ ജീവനുള്ള കാര്യങ്ങൾ. 7 കാര്യങ്ങൾ ജീവനുള്ളത്. തകപ്പനെ വിട വേണ്ട. അവൻ അപ്പനെ ഉപേക്ഷിക്കുക, വിട വേണ്ട. അമ്മയെ ഉപേക്ഷിക്കണം, സഹോദരിയെ വിട വേണ്ട. സഹോദരിയെ വിട്ടുകളി, സഹോദരനെ വിട വേണ്ട. സഹോദരനെ ഉപേക്ഷിക്കണം, മനവിയെ വിട വേണ്ട. ഭാര്യയെ ഉപേക്ഷിക്കാൻ. ഞാൻ ഇത് 5 കാര്യങ്ങളെ വിട്ട്. ഈ 5 കാര്യങ്ങൾ മനവിയുമില്ല, പിള്ളകളും. എനിക്ക് ഭാര്യയും മക്കളും. പ്രതിഷ്ഠയിൽ ഇരിக்கிறேன். പ്രതിഷ്ഠയിലായിരിക്കും. ദൈവത്തിന് മഹത്വം. ഇത് ശരീരത്തിൻപടി വിട വേണ്ടിയ പകുതി. ഇത് ശരീരപ്രകാരം ഉപേക്ഷിക്കേണ്ടത്. അമ്മാവോട് സണ്ട പോടണമെന്ന് അർത്ഥമല്ല. അപ്പനോട് അമ്മയോട് വഴക്കിടണമെന്നല്ല. അവരോട് പേസക്കൂടാതെന്ന് അർത്ഥം. അവരെ കണ്ടാൽ മിണ്ടരുതെന്നല്ല. ദൈവത്തിന് മഹത്വം. ഇപ്പോ മകൻ അപ്പ. ഇപ്പോൾ അപ്പനും മകനും. അപ്പൊ അതിലെ ഒരു റിലേഷൻ ഉണ്ട്. അതിൽ ഒരു ബന്ധം, പാസം, ഒരു വാത്സല്യം, ഒരു പാസബന്ധം, ഒരു വാത്സല്യ ബന്ധം. പാസത്തെ നിവർക്ക വേണ്ടും. ആ വാത്സല്യത്തെ, ആ സ്നേഹത്തെ ദേവനോട് പാസമായി ഇരിക്ക വേണ്ടും. ദൈവത്തോടുള്ള വാത്സല്യത്തിലായിരിക്കും. പാസം അപ്പനോടുള്ള വാത്സല്യമല്ല. അപ്പൻ താ, അപ്പൻ തന്നെ, അമ്മ അമ്മ തന്നെ.
என் ஜீவன் ஜீவன் தான். എന്റെ ജീവൻ തന്നെ. ജീവനെ വിട വേണ്ടും சொன்னா ജീവനെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. കത്തി എടുത്ത് വെട്ടണം അർത്ഥമോ? കത്തിയെടുത്ത് സ്വയം കുത്തണമെന്നല്ല. അല്ല. എന്റെ ജീവനെ ഞാൻ അധികமாக നേസിക്കലാക. ഞാൻ എന്റെ പ്രാണനെ അധികം സ്നേഹിക്കരുത്. പരിശുദ്ധ പൗൽ പൗലോസ് പറയുന്നത് പോലെ ജീവനെയും അരുമയാക ഞാൻ എന്റെ പ്രാണനെയും വിലയേറിയതായി എണ്ണുന്നില്ല. ജീവൻ മേലുള്ള പാസത്തെ വിട്ടുവിട്ട് ജീവനോടുള്ള സ്നേഹത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. ദേവനുക്കാக പാടുപെട ഊഴിയர்கள் ഒപ്പുകൊടുത്തിരിക്കുകയാണ്. ആകയാൽ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ശുശ്രൂഷകർ തങ്ങളെ സമർപ്പിച്ചിരിക്കുന്നു. 14:26 പ്രകാരം ശരീരത്തിൻപടി ഒരു പ്രതിഷ്ഠ തേവ. ശരീരത്തിൽ ഒരു പ്രതിഷ്ഠ വേണം. രണ്ടാമത് അവരുടെ ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠ തേവ. അവരുടെ ഹൃദയത്തിലും ഒരു പ്രതിഷ്ഠ വേണം. ദൈവത്തിന് മഹത്വം. ഹൃദയത്തിൽ എന്നാ പ്രതിഷ്ഠ? ഹൃദയത്തിൽ വേണ്ട പ്രതിഷ്ഠ എന്ത്? முதலாவது அவன் விட வேண்டியது ഹൃദയത്തിലെ പ്രതിഷ്ഠ. ഒന്നാമത് വിട്ടുകളയേണ്ടത് പാസത്തെ അവൻ വിട வேண்டும். ആ വാത്സല്യത്തെ വിട്ടുകളയണം. പാസം என்பது സ്വഭാവം என்பது ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പകുതി. ആ വാത്സല്യം എന്ന സ്വഭാവം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്വഭാവങ്ങൾ. ഹൃദയത്തിൽ നിന്ന് സ്വഭാവം, വാഞ്ചകൾ, ആഗ്രഹം, ആശാപാസങ്ങൾ, യാഗമോഹങ്ങൾ, വികാരങ്ങൾ, എന്തുകൊള്ളുന്ന പകുതി. തിരഞ്ഞെടുപ്പ് ഹൃദയത്തിന് അംശം. ഇത് ഹൃദയത്തിലെ ഘടകങ്ങൾ. ആശാപാസം. ആ ആശാപാസം. ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠ. ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠ വേണം. ലൂക്കാ 14:26 ഹൃദയത്തിലെ പ്രതിഷ്ഠ. ലൂക്കോസ് 14:26 ഹൃദയത്തിലെ പ്രതിഷ്ഠ. ശരീരത്തിലും പ്രതിഷ്ഠ. രണ്ടാമത് ശരീരത്തിലും പ്രതിഷ്ഠ. ലൂക്കാ 14:33 വാസിക്കും. ലൂക്കോസ് 14:33 എല്ലാവറ്റെയും വിട്ട് വിട വേണ്ടും. എല്ലാം ഉപേക്ഷിക്കണം. വെറുത്താൽ മറ്റും പോരാ, പകച്ചാൽ പോരാ, അത് വിട്ടുവിട വേണ്ടും. അതിനെ ഉപേക്ഷിക്കണം. തായും തകപ്പനും വിട്ടു വന്നിരിക്കണം. അപ്പനെയും അമ്മയും വിട്ട് പിരിഞ്ഞു വന്നിരിക്കുന്നു. ശരീരത്തിൻപടി വിട വേണ്ട. ശരീരത്തിൽ ഉപേക്ഷിക്കണം. ഊഴികളെല്ലാം വിട്ടു വന്നിരിക്കണം. ശുശ്രൂഷകരെല്ലാം വിട്ടു വന്നിരിക്കുന്നു. മൂന്നാമത് അന്ത പ്രതിഷ്ഠ മനതിലും കാണപ്പെടും. ആ പ്രതിഷ്ഠ മനസ്സിലും ഉണ്ടായിരിക്കണം. 45-ാം സംഗീതം 10-ാം വചനത്തിൽ 45-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ എല്ലാവറ്റെയും മറക്ക വേണ്ട. നീ എല്ലാം മറക്കണം. വാസിംഗ 10. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. കുമാരത്തിയെ കേൾ, നീ ഉൻ செவியை சாய்த்து சிந்தித்துக்கொள். உன் ஜனத்தையும் உன் தகப்பன் வீட்டையும் മറന്നുവിട്. മറക്ക എന്നത് മനതിലെ പകുതി. മറക്കുക എന്നത് മനസ്സിലെ കാര്യം. മനതിലും കൂടെ നീ മറക്ക വേണ്ട. മനസ്സിലും നീ അത് മറന്നിരിക്കണം. പ്രതിഷ്ഠയെ പാരുങ്ക. ആ പ്രതിഷ്ഠ നോക്കുക. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഒരു ഊഴിയത്തെ ദേവൻ സ്ഥാപിച്ച. ദൈവം ഒരു ശുശ്രൂഷ സ്ഥാപിച്ചു. അന്ത ഊഴിയക്കാരനാക മാറ്റപ്പെട വേണ്ടുമാണ്. ആ ശുശ്രൂഷകനാകണമെങ്കിൽ ബൈബിൾ എടുക്കുന്നവനെല്ലാം ഊഴിയക്കാരൻ ചൊല്ല മുടിയാ. ബൈബിൾ എടുക്കുന്നവനെല്ലാം ശുശ്രൂഷകൻ എന്ന് പറയാനാവില്ല. പ്രതിഷ്ഠയുള്ളവനെ ഊഴിയർ. പ്രതിഷ്ഠയുള്ളവനാണ് ശുശ്രൂഷകൻ. അയക്കപ്പെട്ടവനെ ഊഴിയർ. അയക്കപ്പെട്ടവൻ അത്രേ ശുശ്രൂഷകൻ. ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. എൻ പിതാ എന്നെ അണപ്പുന്നത് പോലെ എന്റെ പിതാവിനെ അയച്ചതുപോലെ നിങ്ങളെയും അണപ്പുകയാണ്. ഞാൻ നിങ്ങളെ അയക്കുന്നു. യേശു അണപ്പപ്പെട്ടവൻ. യേശു അയക്കപ്പെട്ടവൻ. യെശയ്യാ 48:16 കടസിൽ വാസിക്കുമ്പോൾ യെശയ്യാ 48:16 ഒടുവിൽ ആണ്ടവരും യഹോവയായ കർത്താവ് തന്റെ ആത്മാവ് എന്നെ അയക്കുന്നു. എൻ പിതാ എന്നെ അനപ്പിനത് പോലെ എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. പിതാവ് എങ്ങനെയാണ് അയച്ചത്? 5 വിധത്തിൽ. ഒന്നാമത് പരിശുദ്ധപ്പെടുത്തി, ഒന്നാമത് വിശുദ്ധീകരിച്ചയച്ചു, രണ്ടാമത് അഭിഷേകം പണ്ടി അനപ്പിന, രണ്ടാമത് അഭിഷേകം ചെയ്തയച്ചു, മൂന്നാമത് ത്യാഗിയായി അനപ്പിന, മൂന്നാമത് ത്യാഗിയായിട്ട്, നാലാമത് കഷ്ടങ്ങളിലൂടെ അനപ്പിന, നാലാമത് കഷ്ടതയിലൂടെ അയച്ചു, അധികാരം കൊടുത്ത, രണ്ടാമത് അധികാരം നൽകി അയച്ചു. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഒരു ശുശ്രൂഷകനാകണമെങ്കിൽ അവൻ അയക്കപ്പെടണം, അവൻ വിളിക്കപ്പെടണം, വിശ്വാസ ജീവിതമുള്ളവൻ, പ്രതിഷ്ഠയുള്ളവൻ, മാംസത്തിൻപടി ഒരുവനെയും പ്രകാരം ആരെയും അറിയാത്തവൻ. അതാ പ്രതിഷ്ഠ. അതാണ് പ്രതിഷ്ഠ. എത്ര ശ്രേഷ്ഠത, എത്ര ശ്രേഷ്ഠതയേറിയ ശുശ്രൂഷ. ഒരു നിസ്സാരമായതല്ല. ദൈവത്താൽ വിളിക്കപ്പെട്ടില്ലെങ്കിൽ ആരും ഈ ശുശ്രൂഷ ചെയ്യാനാവില്ല. എബ്രായ ലേഖനം 5:4 വാക്യം വായിച്ചാൽ അഹരോനെ പോലെ വിളിക്കപ്പെടാതെ ആരും സ്വതവേ ഈ മഹത്വമേറിയ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല. അഹരോനെ പോലെ വിളിക്ക
ശുശ്രൂഷകരും അവർ വിളിക്കപ്പെട്ടത്. നന്മയാണ് ഊഴിയം, ഇത് ഒരു ശ്രേഷ്ഠതയേറിയ ശുശ്രൂഷ, ഊഴിയം, ഇതൊരു നിത്യ ശുശ്രൂഷ, അസവില്ലാത്ത ഊഴിയം, ഇതൊരു ഇളകാത്ത ശുശ്രൂഷ, മഹിമയിൻ ഊഴിയം, ഇതൊരു മഹത്വ ശുശ്രൂഷ, ഇത് മാറ്റമില്ലാത്ത ഊഴിയം, ഇത് മാറാത്ത ശുശ്രൂഷ. இந்த ஊழியத்தை குறித்து 2 கொரிந்தியர் 3-ാം അധികാരം 6-ാം വചനത്തിലിരുന്ന് 17-ാം വചനം വരെ വീടുകളിൽ വാസിക്കും. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6 മുതൽ 17 വരെ വീട്ടിൽ ചെന്ന ഈ ശുശ്രൂഷയെ കുറിച്ച് വായിച്ചറിയുക. ഇത് മേന്മயான ஊழியம், ഇതൊരു ശ്രേഷ്ഠതയേറിയ ശുശ്രൂഷ, தேவனுக்கு மகிமை, ദൈവത്തിന് മഹത്വം. இப்படிப்பட்ட ஊழியத்தின் மூலமாக ഇങ്ങനെയുള്ള ശുശ്രൂഷയിലൂടെ மெல்கிசேதேக்கின் முறைமையின்படி മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം പ്രതിഷ്ഠയിൽ വന്ന ஊழியர்கள் மூலமாக ഈ പ്രതിഷ്ഠയിൽ വന്ന ശുശ്രൂഷകരിലൂടെ ஊழியர்களுக்கு தேவன் உபதேசத்தை கொடுத்தார். അങ്ങനെയുള്ളവർക്ക് ദൈവം ഉപദേശം നൽകി. அவருடைய உபதேசத்தோடு நீ ஐக்கியப்பட வேண்டும். അവരുടെ ഉപദേശത്തോട് കൂട്ടായ്മ പുലർത്തുക. நீங்கள் எங்கே ஐக்கியமாயிருக்கிறீர்கள்? നിങ്ങൾ എവിടെയാണ് കൂട്ടായ്മ പുലർത്തുന്നത്? நீங்கள் போகிற இடங்களில் இப்படிப்பட்ட உபதேசம் உண்டு. നിങ്ങൾ പോകുന്നിടത്ത് ഇങ്ങനെയുള്ള ഉപദേശമുണ്ടോ? இப்படிப்பட்ட உபதேசத்தை உன்னால கேட்க முடிகிறது? ഇങ്ങനെ ഉപദേശം കേൾക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. வெறும் செழிப்பின் உபதேசத்தை கேட்டால் போதும். വെറും സമൃദ്ധിയുടെ സുവിശേഷം കേട്ടാൽ പോരാ. தேவனுக்கு கொடுங்கள், தேவன் உங்களை ஆசீர்வதிப்பார். ദൈവത്തിന് കൊടുത്താൽ മതി, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചുകൊള്ളും. நமக்கு உலக ஆசீர்வாதமല്ല முக்கியம். നമുക്ക് ലോകാനുഗ്രഹമല്ല പ്രധാനം. முதலாவது தேவனுடைய ராஜ்யமும் நீதியும் தேடுங்கள். മുൻപേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പി. அப்பொழுது இவைகளெல்லாம் கூட கொடுக்கப்படும். അപ്പോൾ ഇവയെല്ലാം അതോട് കൂടെ ലഭിക്കും. தேவ ஜனமே, പ്രിയ ദൈവജനമേ, நீ பணத்துக்கு பின்னாலே போகாதே. പണത്തിന്റെ പിന്നാലെ ഓടരുത്. நீ உலகத்திலே பெரியவனாக வேண்டும் என்று ஆசைப்படாதே. ലോകത്തിൽ ശ്രേഷ്ഠനായി തീരുവാൻ ഇച്ഛിക്കരുത്. மகிமைக்கு நீ இடம் கொடாதே. மானமகிமை, മാനമഹത്വത്തിന് നീ ലോകമഹത്വത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട ஊழியர்களோடு ஐக்கியமாகுங்கள். എന്നാൽ പ്രതിഷ്ഠിത ശുശ്രൂഷകരുടെ കൂട്ടായ്മ പുലർത്തുവിൻ. மூலமாக கொடுக்கப்படுகிற உபதேசத்தை അവരിലൂടെ നൽകപ്പെടുന്ന ഉപദേശത്തിന് நீ ஜீவிப்பாயாக. അതനുസരിച്ച് ജീവിക്കുക. இது தேவனுடைய உபதேசம். ഇത് ദൈവത്തിന്റെ ഉപദേശം. பாருங்க, നോക്കുക, இச்சையோடு பார்த்தால் മുഖത്തോടുകൂടെ നോക്കിയാൽ அவளுமாக വ്യഭിചാര പാപം ചെയ്താய். അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഇച്ഛയോടെ പാർക്കാൻ നമുക്ക് അധികാരമില്ല. മുഖത്തോടുകൂടെ നോക്കുവാൻ നമുക്ക് അധികാരമില്ല. ജീവിയോ അങ്ങനെയുള്ള ഒരു ജീവിതം അനേക ദേവ പിള്ളകൾ അപ്പടി ജീവിക്കാറ്. കൃപയാൽ ധാരാളം ദൈവമക്കൾ ഇങ്ങനെ ജീവിക്കുന്നു. அந்த ഉപദേശം இருந்தால் தான் ജീവിக்க முடியும். ആ ഉപദേശമുണ്ടെങ്കിലേ ജീവിക്കാനാവൂ. ഉപദേശം ഇരാവിട്ടാൽ, ഉപദേശമില്ലെങ്കിൽ ഉപദേശത്തെ കേട്ടാൽ മറ്റും പോരാ. ഉപദേശം കേട്ടാൽ പോരാ. ആ ഉപദേശത്തെ നീ എക്സസൈസ്, അഭ്യാസം, പയർച്ചി പണ വേണ്ട. ആ ഉപദേശത്തെ അഭ്യസിക്കണം, പരിശീലിക്കണം. നമുക്കൊരു കൈയുണ്ട്. നമുക്കൊരു കൈയുണ്ട്. യേശപ്പച്ചൻ சொன்ன ഒരു ഉദാഹരണം. യേശപ്പച്ചൻ പറഞ്ഞൊരു ഉദാഹരണം. കയ്യെന്ന് കെട്ടിപ്പോട്ടാൽ, ഈ കൈ ബന്ധിച്ചു വെച്ചാൽ ഒരു വർഷத்துக்கு പിറകെ, ഒരു വർഷത്തിന് ശേഷം കെട്ടവിത്ത് വിടുങ്ക, ഈ കെട്ടഴിച്ചു നോക്കുക, കൈ വരാതെ. കൈ ഇങ്ങനെ വഴങ്ങുകയില്ല. കൈ ഇങ്ങനെ വഴങ്ങുമോ? അപ്പച്ചൻ சொன்னார், അപ്പച്ചൻ പറഞ്ഞു, നീ കണ്ണെ കെട്ടിപ്പോടുങ്ക, നീ കണ്ണടച്ചു നോക്കുക. ഒരു വർഷத்துக்கு പിറകെ, ഒരു വർഷം കഴിഞ്ഞ് നിനക്ക് കണ്ണുക്ക് പാർവയിടാ, നിന്റെ കണ്ണിന് കാഴ്ചയില്ല. നിനക്കൊരു കൈയുണ്ട്. ഒരു കൈയുണ്ട്. അത് നീ എക്സസൈസ് പണ്ണ വേണ്ട. അത് ഇങ്ങനെ അഭ്യസനം ചെയ്യണം. കണ്ണുണ്ട്. ഒരു കണ്ണുണ്ട്. അത് നീ എക്സസൈസ് പയർച്ചി പണ്ണ അത് വേണ്ട. പരിശീലനം ചെയ്യണം. ദേവനുക്ക് ഉപദേശത്തെ വെളിപ്പെടുത്തി, ദൈവം നിനക്ക് ഉപദേശം വെളിപ്പെടുത്തി. ആ ഉപദേശം കേൾക്കുന്നത് മറ്റുമല്ല, അത് കേൾക്കുന്നത് മാത്രമല്ല, പയർച്ചിക്ക വേണ്ട. അത് അഭ്യസിക്കണം. ജനമേ, ജനമേ, നീ പയർച്ചിക്ക വേണ്ട. പരിശീലിക്കണം. இந்த കാതാല കേട്ടിന്റെ കാതാല വിട്ടുവിടാതെ, ഒരു ചെവി കൊണ്ട് കേട്ടാ മറ്റൊരു ചെവിയിലൂടെ മറ്റൊരുകയില്ല. പയർച്ചിക്ക വേണ്ടുമാനാ, നീ അത് പരിശീലിക്കണമെങ്കിൽ ഐക്യം ഒരു കൂട്ടായ്മ വേണം. പരിശുദ്ധ പൗൽ ആകയാൽ യോഹന്നാൻ പറയുന്നു, നിങ്ങൾ ഞങ്ങളോട് ഐക്യമായിരുന്നു, നിങ്ങൾ ഞങ്ങളോട് കൂട്ടായ്മ പുലർത്തുന്നു. അപ്പോൾ ദേവ ഉപദേശത്തെ കേൾക്കലാം. അപ്പോൾ ദൈവിക ഉപദേശം കേൾക്കാം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഞാൻ വാർത്തകളെ മുടിക്കും. ഞാൻ എന്റെ വാക്കുകൾ സമയമായല്ലോ. നമ്മെ ഒപ്പടയിപ്പോ, ആകയാൽ നമ്മെ സമർപ്പിക്കാം. പരിശുദ്ധத்துக்கு ഒപ്പടയുണ്ട്. വിശുദ്ധിക്കായി ഏൽപ്പിക്കാം. പരിശുദ്ധத்துக்கு ഒപ്പടയുണ്ട്. വിശുദ്ധിക്കായി സമർപ്പിക്കാം. പരിശുദ്ധമായി ജീവിക്കാൻ മുടിയാതെ എന്ന് നീ சொல்லாതെ, വിശുദ്ധമായി ജീവിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയരുത്. പരിശുദ്ധമായി ജീവിക്കാൻ മുടിയോ? വിശുദ്ധമായി ജീവിക്കുവാൻ പരിശുദ്ധമായി ജീവിക്കാൻ മുടിയോ? വിശുദ്ധമായി ജീവിക്കുവാൻ സാധിക്കും. പരിശുദ്ധത്തിൽ വളർന്ന് അവന്റെ വിശുദ്ധിയിൽ വളർന്ന പൂർണ്ണ പരിശുദ്ധവാനാക
മാറുവാൻ സമ്പൂർണ്ണ വിശുദ്ധരായവർ മാറും. அந்த பூர்ண பரிசுத்தவான்களுக்காக വിശുദ്ധന്മാർക്കായി நான் என்னுடைய பரிசுத்தம் അവരത്രേ എന്റെ വിശുദ്ധന്മാർ. சொல்லுகிறார். യേശു പറയുന്നു இவன் பூமியில் ஜீவித்தான். ഇവൻ ഭൂമിയിൽ ജീവിച്ചു, ஆனால் பூமியில் ஆசை இல்லாமல் ஜீவித்தான். എന്നാൽ ഭൂമി ആശിക്കാതെ ജീവിച്ചു. அவன் பணத்தின் மேல் ஆசை இல்லாமல் ஜீவித்தான். അവൻ ധനാശയില്ലാതെ ജീവിച്ചു. அவன் உயர்வுக்காக ஆசைப்பட்டு ஜீவித்தான். അവൻ ഉയർച്ച ആശിക്കാതെ ജീവിച്ചു. அவனுக்கு பூமியில் பல கஷ்டங்கள் வந்தது. അവന് ഭൂമിയിൽ കഷ്ടതകൾ വന്നു. ஆனால் என்னுடைய மகன், എന്നാൽ അവൻ എന്റെ மகன் എന്റെ മകൻ எனக்காக, എനിക്കായി சத்தியத்துக்காக എന്റെ സത്യത്തിനായി ஜீவித்தார். അവൻ ജീവിച്ചു. தேவையான தேவ പ്രിയ ஜனமே, ദൈവജനമേ, இயேசு நோக்கி பார்க்கிறார். യേശു നാടിനെ നോക്കുന്നു. இயேசு நம்மை நோக்கி യേശു பார்க்கிறார். നമ്മെ നോക്കുന്നു. பரிசுத்தத்துக்காக இவனை அழைக்கிறார். വിശുദ്ധിക്കായി നിങ്ങളെ വിളിക്കുന്നു. எல்லாரும் வாய் திறந்து ஜெபியும். എല്ലാവരും വായി തുറന്ന് പ്രാർത്ഥിപ്പിക്കും. எல்லாரும் ഒന്ന് எழும்பி நில்லுங்க. എല്ലാവരും അല്പനേരം എഴുന്നേൽക്കും. நேரம் ஜெபிப்போமாக. അല്പനേരം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കും. பரிசுத்தவான்களை கொண்டு വിശുദ്ധന്മാരെ കൊണ്ട് நித்திய ராஜ்யத்தை ஆளுகை செய்ய போகிறார். ദൈവ നിത്യരാജ്യത്തെ ഭരണം നടത്തും. இதுதான் எஸ்ஐயா 13:3 வாசிக்கும். യെശയ്യാ പറയുന്ന 13:3 பரிசுத்தமாக்கினவர்களுக்கு கட்டளையிட்டு എന്റെ വിശുദ്ധീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു கோபத்தை நிறைவேற்றும்படியாக എന്റെ കോപം നിറവേറ്റുവാൻ இதோ நான் பரிசுத்த பராக்கிரமசாலிகளை அழைத்தும் ഇതാ இருக்கிறேன். എന്റെ ഗർവ്വലസ്തന്മാരെ വിളിച്ചിരിക്കുന്നു. தேவன் நம்மை அழைக்கிறார். ദൈവം നമ്മെ വിളിക്കുന്നു. என் பரிசுத்தவான்களே கூட்டுங்க. എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുക. பரிசுத்தவான்களே ஏறி வாருங்க. എന്റെ വിശുദ്ധന്മാരെ കയറി വരുവേ. எக்கால சத்தம் கேட்கும்போது ആഹ്റം ധരിക്കുമ്പോൾ நாம் பறந்துயர നാം வேண்டும். പറന്നുയരേണം. உன்னுடைய ஜீவியத்தை നിന്റെ சரிப்படுத்துவாயா? ജീവിതത്തെ ക്രമീകരിക്കാം. அந்த பச்சை புழுவை கொண்டு ആ போடுங்க. പച്ചപ്പുഴുവിനെ കൊല്ല്. உன்னுடைய மனதுக்குள்ள, എന്റെ മനസ്സിൽ உன்னுடைய சிந்தனைக்குள்ள നിന്റെ ചിന്തയ്ക്കകത്ത് காணப்படுகிற பச்சை புழுவை கொண்டு போடுவாயா? പച്ചപ്പുഴുവിനെ കൊല്ലുകളയാ. இயேசுவே, எனக்கு ஜெயத்தை தாரும் என்று கேளுங்கள். യേശുവേ ജയം തന്നാട്ടെ എന്ന് ചോദിക്കാം. எல்லாரும் வாய் திறந்து ஜெபியுங்க. വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. எல்லாரும் ஜெபியுங்க. പ്രാർത്ഥിക്കൂ. சத்தம் உயர்த்தி ஜெபியுங்க. ഉറച്ച ശബ്ദത്തിൽ പ്രാർത്ഥിക്കൂ. கடைசி காலம். ഇത് അന്ത്യകാലം. இது கடைசி ഇത് காலம். അന്ത്യകാലം. இனி காலம் இல்ல. ഇനി സമയമില്ല. காலம் இல்ல. ഇനി കാലമില്ല. சுத்தத்தின் எழுப்புதல், വിശുദ്ധിയുടെ ഉണർവ്, ஜீவியத்தின் எழுப்புதல் ജീവിതത്തിന്റെ ഉണർവ് தேவன் உண்மையில் அனுப்ப ഇതാ போகிறார். ദൈവം നിന്റെ മേൽ അയക്കാൻ நீ പോകുന്നു. பரிசுத்தத்தை നീ வாஞ்சிக்கிறாய். വിശുദ്ധി ആഗ്രഹിച്ചാൽ நீ பரிசுத்தத்தை வாஞ்சிக்கிறாய். നീ അത് ആഗ്രഹിക്കുന്നു. இதா அந்த எழுப்புதலை தேவன் உண்மையில் அனுப்ப ഇതാ போகிறார். ആ ഉണർവ് ദൈവം നിന്റെ മേൽ അയക്കുന്നു. அந்த எழுப்புதல் அபிஷேகத்தை இப்பொழுதே பெற்றுக்கொள்ளுங்க. ആ ഉണർവിന്റെ അഭിഷേകം ഇപ്പോൾ പ്രാപിക്കാം. யாரெல்லாம் வாஞ்சிக்கிறீர்கள்? ആരെല്ലാം யாரெல்லாம் ആഗ്രഹിക്കുന്നു, வாஞ்சிக்கிறீர்கள்? ആരെല്ലാം அவர் ആഗ്രഹിക്കുന്നു, தேவ அபிஷேகம் അവരെ நிரப்ப ദൈവം അഭിഷേകം ചെയ്യും. அந்த அபிஷேகத்தை நிரம்பிக் கொள்ளுங்க. ആ അഭിഷേകത്തിൽ നിറയും. எல்லாரும் அந்நிய பாஷையில் അന്യഭാഷ നിറയും. ஆண்டவரே, என்னுடைய குறைவுகள் குற்றங்களை மன்னி, കർത്താവിന്റെ കുറവ് കുറ്റങ്ങൾ ക്ഷമിച്ചാട്ടെ. சுத்தமில்லாத சிந்தனைகளை மன்னி. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചിന്ത ക്ഷമിച്ചാട്ടെ. என் மனதில் எத்தனையோ போராட்டங்கள் வந்தது. മനസ്സിൽ എത്രയോ പോരാട്ടങ്ങൾ വന്നിട്ടുണ്ട്. ஆனால் நான் അത് ഒരു പൊരുട്ടാக എടുക്കவில்லை. ഞാൻ അതിനെ ഗണ്യമാക്കിയില്ല. ஆனால் இப்போதும் ഒരു വാർത്തയെ കേട്ട പിറகு എന്നാൽ ഇപ്പോൾ നിന്റെ വാക്കുകൾ மனதை உமது കരത്തിൽ എന്റെ ഒപ്പിടുന്നു. മനസ്സിനെ നിന്റെ കൈകളിൽ തരുന്നു. എന്നെ ശുദ്ധം ചെയ്യും. എന്നെ ശുദ്ധീകരിച്ചാട്ടെ. എന്നെ ശുദ്ധം എന്നെ ചെയ്യും. ശുദ്ധീകരിച്ചാട്ടെ. എന്നെ ശുദ്ധം ചെയ്യും. കർത്താവേ, എന്നെ ശുദ്ധീകരിച്ചാട്ടെ. എൻ വാർത്തകളും എന്റെ വായിലെ വാക്ക്, ഹൃദയത്തിൻ ധ്യാനവും ഹൃദയത്തിലെ ധ്യാനവും ഉമത് സമൂഹത്തിൽ നിന്റെ സന്നിധിയിൽ നീതിയായിരിപ്പதாக. പ്രസാദമായി തീരട്ടെ. എല്ലാവരും വായി തുറന്ന് ജപിക്കുക. വായി തുറന്ന് പ്രാർത്ഥിക്കേ. അഭിഷേകം ഇറങ്ങട്ടെ. അഭിഷേകം ഇറങ്ങട്ടെ. എന്നേൽ ഇറങ്ങട്ടെ. നിന്റെ മേൽ ഇറങ്ങട്ടെ. പൂർണ്ണ പരിശുദ്ധവാന്കളെ ചേർക്കുമ്പടിയാക യേശു മഹിമയിൽ പൂർണ്ണ വിശുദ്ധന്മാരെ ചേർക്കുവാനായി യേശു തേജസ്സിൽ വെളിപ്പെടും. ഞാൻ എൻ പരിശുദ്ധവാൻ അവരത്തെ എന്റെ വിശുദ്ധന്മാർ, പരിശുദ്ധവാന്കളെ കൂട്ടുங்க. എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുക. സത്യം കേൾക്കുമ്പോ ആഹ്റം ധരിക്കുമ്പോൾ നാം എല്ലാവരും പറന്നുയരുவோமாக. പറന്നുയരൂ. அதற்காக இப்பொழுது ஆயத்தப்படுங்க. അതിനായി